सर्वादानामुपक्रमे यं नत्वा नृतकृत्यासु तं नमामि गजाननं दोर्भिरुक्ता चतुर्भिः स्फटिकमणिमयी मोक्षमालां ददानाम् हस्ते नैकेन पद्मं शिवमभिषुतं पुस्तकं चाभरेण वासां कुन्देन्दु शङ्खस्फटिकमणिनिवा सामे वाद्येवदेयं निवसतु वदने सर्वदा सुप्रसन्ना गुरवे सर्वलोकानां विषये भवरोगिणां निधये सर्वविद्यानां नित्यमूर्तये नमः सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नाथाय सीताय पतये नमः वैदेही सहितं सुरुद्रमलये हये महामण्डले मध्ये पुष्पकमासने मणिमये विरासने सुस्थितम् अग्रे वादयति प्रभञ्जनसुधे तत्त्वं मुनिप्रियवरं परिवृतं श्यामं श्यामळं पवनतनयचेता पङ्कजार्कं मुनीन्द्रै अनुदिनमनुसेव्यं कोमलं श्यामलाङ्गं दिनकरकुलदीपं जानकी भाग्यराशिं करधृतशरचापं नौमि विद्याद्रिनाथं लोकाभिरामं चन्द्ररङ्गधीरं राजीवनेत्रं रघुवंशनाथं कारुण्यरूपं करुणाकरं श्रीरामचन्द्रं शरणं प्रपद्ये आपदामपहर्तारं दातारं सर्वसम्पदां लोकाभिरामं श्रीरामं भूयो भूयो नमाम्यहम् दक्षिणे लक्ष्मिणे यस्य वामे जनकात्मजा पुरतो मारुति यस्य तं वन्दे रघुनन्दनं मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमतां वरिष्ठं वादात्मजं वानरयूथमुख्यं श्रीरामदूतं शिरसा नमामि आञ्जनेयमधिकाडलाननं काञ्चनाद्रिकमनीयविग्रहं पारिजाततरुमूलवासिनं भावयामि भवमाननन्दनं यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तकाञ्जलिं बाष्पवारि परिपूर्णलोचनं मारुतिं नमत राक्षसान्तकम् हरे राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे हरे शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये पूजन्तं राम रामेति मधुरं मधुराक्षरम् आरोग्यकविताशाखां वन्दे वाल्मीकिकोकिलम् सानन्दरूपं सकलप्रबोधम् आनन्ददानामृतपारिजातं मनुष्यपद्मेश्वरविश्वरूपं नमामि तुञ्जत्तळुमार्यपादम् हरिश्रीगणपतये नमः अविघ्नमस्तु श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्तक राम श्रीराम मम विधिरमदां राम राम श्रीराघवात्मा राम श्रीराम रमावते श्रीराम रमणीय विग्रहे नमोस्तुते नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमो
നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ രാമ നാരായണ രാമ നാരായണ രാമ നാരായണ ഹരേ രാമ രമ ത്രിലോകീപദേ രാമ സീതാഭിരാമ ത്രിദശപുത്രവോ രാമ രോഗാഭിരാമ പ്രണവാത്മക രാമ നാരായണാത്മാ രാമ ഭൂപദേ രാമ കഥാമൃതപാന പൂർണ്ണാനന്ദം സാരാനുഭൂതിക്കു സാമ്യമില്ലേതുമേ ശാരിക പൈതലേ തൊല്ലു നീയും ചാരു രാമായണ യുദ്ധം മനോഹരം ഇത്യാകണ്ട കിളിമകൾ ചൊല്ലിനാൾ ചിത്തം തെളിഞ്ഞു ചന്ദ്രചൂടൻ പരമേശ്വരനീശ്വരൻ ചന്ദ്രികാ മന്ദസ്മിതം പൂണ്ടരുളിനാൻ ചന്ദ്രാനനെ ജഗീതന്നോ മുത രാമചന്ദ്രചരിതം പവിത്രം ശൃണു പ്രിയേ ശ്രീരാമചന്ദ്രൻ ഭുവനൈകനായകൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ മാരുതി വന്നു പറഞ്ഞതു കേട്ടുള്ളിലാരൂഢമോദാലരുൾ ചെയ്തിരാതരാൽ ദേവകളാലും അസാധ്യമായുള്ളെന്നു കേവലം മാരുതി ചെയ്തോർക്കും വിധം ചിത്തെ നിരൂപിക്ക പോലും അശക്യമാബ്ധിചാതയോജനയാശ്രമം ലംഘിച്ചു രാക്ഷസ വീരരെയും കൊന്നു ലങ്കയും ചുട്ടു കുറിച്ചതു വിസ്മയം ഇങ്ങനെയുള്ള ഭൃത്യന്മാർ ഓരോന്നും എങ്ങും ഒരു നാളും ഇല്ലെന്നു നിർണയം ഒരുത്തനല്ലേ ഭൃത്യന്മാർ ഒരുത്തനും ഭൃത്യന്മാരൊരുത്തനും എങ്ങും ഒരു നാളുമില്ലെന്നു നിർണയം എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടുവന്നതു കാരണം വാഗാത്മജൻ പരിപാലിച്ചതു ദൃഢം അങ്ങനെയായതെല്ലാം ഇനിയും ഉടൻ അങ്ങനെ വാരിധിയെ കടന്നിടുന്നു നക്രമപരചക്രാദി പരിപൂർണമുദ്രമായുള്ള സമുദ്രം കടന്നുപോൽ രാവണനെ പടയോടു മുടുക്കി ഞാൻ ദേവിയെ എന്നു കാണിന്നിതു ദൈവമേ രാമവാക്യം കേട്ട് സുഗ്രീവനും പുനരാമയം തീരുമാറാശു ചൊല്ലിയിടിനാൻ ലംഘനം ചെയ്തു സമുദ്രത്തെയും പദാലങ്കയും ഭസ്മീകരിച്ച് വിളംബിതം രാവണൻ തന്നെ സകൂലങ്കുല ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ട് ഞാൻ ചിന്തയുണ്ടാകരുതേതുമേ മാനസേ ചിന്തയാകുന്നതു കാര്യവിനാശിനി ആരാനുമോർത്താൽ ജയിച്ചുകൂടാതൊരു ശൂരരി കാണാൻ വാനര സഞ്ജയം വന്നിയിൽ ചാടേണമെന്നു ചൊല്ലിയിടിലും പിന്നെയാമെന്നു ചൊല്ലുന്നവരില്ലവർ വാരിധിയെ കടപ്പാനുപായം പാർക്ക നേരമിനി കളയാതെ രഘുപതി ലങ്കയിൽ ചെന്നു നാം പൂക്കിതെന്നാകിലോ ലങ്കേശനും മരിച്ചാലെന്നു നിർണയം ലോകത്രയത്തിങ്കലാരെതിർക്കുന്നതു രാഘവ നിന്തിനു മുമ്പിൽ മഹാരണെ അസ്ത്രേണ ശേഷണം ചെയ്തു ജലധിയെ സത്വരം ചെയ്തു ബന്ധിക്കലു മാം ദൃഢം വല്ല കണക്കിലും ഉണ്ടാം ജയന്തവർ നല്ല നിമിത്തങ്ങൾ കാൺക രഘുപതി ഭക്തിശക്തിയന്വിത മിത്രപുത്രോക്തികളിത്തമാകർണ്യം കാകുൽസ്ഥനും ദർശനം മുമ്പിലം മാറു തൊഴുതു നിൽക്കുകയും വായു സംഭവനോട് ചോദിച്ചരുളിയിടിനാൻ ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനമെന്നോടറിയിക്ക നീ കോട്ടമതിൽ കിടങ്ങന്നിവയൊക്കവേ കാട്ടിത്തരുക വേണം വജസാഭവൻ എന്നതു കേട്ടു തൊഴുതു പാദാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തിച്ചരുളിയിടിനാൻ മധ്യേ സമുദ്രം ത്രികൂടാചലം വളർത്തുന്ന അത്യുന്നതമതിന്മൂർത്തനീ ലങ്കാപുരം പ്രാണഭയമില്ലായാത ജനങ്ങൾക്കു കാണാം കനക വിമാന സമാനമായി വിസ്താരമുണ്ടെങ്കിൽ 100 യോജന പുത്തൻ കനക മതിലതിൻ ചുറ്റുമേ ഗോപുരം 4 ദിക്കിലുമുണ്ടതി ശോഭിതമായി 17 നിലകളും അങ്ങനെ തന്നെ അതിനുള്ളിലായി പൊങ്ങും മതിലുകൾ 7 പോലെ 7നും 4 ഗോപുരം ഭക്തിയും ചൂഴവുമായി 28 ഗോപുരം എല്ലാത്തിനും കിടങ്ങുണ്ട് അത്യാഘാതമായ ചൊല്ലുവാൻ വേലയന്ത്രപ്പാലം ഭക്തിയാൽ അണ്ടർഗൊണ്ടിക്കിലെ ഗോപുരം കാപ്പതിനുള്ളു നിശാചരന്മാർ 10000 ദക്ഷിണ ഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരൂരുണ്ട് 100,000 സദാ ശക്തരായ പശ്ചിമ ഗോപുരം കാക്കുന്ന നക്തഞ്ചരൻ 100,000 ഉത്തര ഗോപുരം കാത്തു നിൽപ്പാനതി ശക്തരായുണ്ടൊരു കോടി നിശാചരർ ദിക്കുകൾ 4 ഉള്ളതിൽ അർത്ഥമുണ്ട് ഉഗ്രതയോട് നടുവ് കാത്തിടുവാൻ
അന്തഃപുരം കാപ്പതീനും ഉണ്ടെത്ര പേർ മന്ത്രശാലയ്ക്കുണ്ടതീനും ഇരട്ടി ജനം. ഘാടക നിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും മജ്ജനശാലയും മദ്യപാനത്തിനു നിർജ്ജനമായുള്ള നിർമ്മലശാലയും ലങ്കാവിരീജ തലങ്കാരഭേദമാം ആങ്കാപഹം പറയാവല്ല അനന്തരം. കൽപുരം തന്നിൽ നീളെ തിരിഞ്ഞേനഹം മാൽപിതാവിൻ നിയോഗേന ചെന്നേൽക്കലാൽ ഉദ്യാനദേശേ മനോമോഹനെ പത്മജാദേവിയെയും കണ്ടുകൂപ്പിനേൻ. അങ്കുലീയം കൊടുത്താശു ചൂടാരത്നമിങ്ങു വാങ്ങിക്കൊണ്ടരയാളവാക്യവും കേട്ടുവിട വഴങ്ങിച്ചു പുറപ്പെട്ടു. കാട്ടിയേൻ പിന്നെ കുറഞ്ഞോര വിവേകം ആരാമമെല്ലാം തകർത്തതു കാക്കുന്നു. വീരരെയൊക്കെ ക്ഷണേനെ കൊന്നിടിനേൻ. രക്ഷോവരാത്മജനാകിയ ബാലക കുമാരനവനെയും കൊന്നു ഞാൻ എന്നു വേണ്ട ചുരുക്കി പറഞ്ഞിടുവാൻ മന്നവ. ലങ്കാപുരത്തിങ്കലുള്ളതിൽ നാലൊന്നും സൈന്യമൊടുക്കി വേഗേന പോയി കാലേ ദശമുഖനെ കണ്ടു ചൊല്ലിനേൻ. നല്ലതെല്ലാം പിന്നെ രാവണൻ കോപേന ചൊല്ലിനാൻ തന്നെ ഭൃത്യരോടിപ്പോഴേ കൊല്ലുക വൈകാതിവനെ എന്ന നേരം കൊല്ലുവാൻ വന്നവരോടു വിഭീഷണൻ ചൊല്ലിനാൻ അഗ്രജൻ തന്നോട് മാതരാൽ കൊല്ലുമാറില്ല ദൂതന്മാരെ ആരുമേ. ചൊല്ലുള്ള രാജധർമ്മങ്ങൾ അറിഞ്ഞാരിവർ കൊല്ലാതെ അയക്കടയാളപ്പെടുത്തതു നല്ലതാകുന്നതെന്നപ്പോൾ ദശാനനൻ ചൊല്ലിനാൻ ബാലാദിക്കഗ്നി കൊളുത്തുവാൻ. സസ്നേഹവാസ ഉച്ചം പൊതിഞ്ഞവരഗ്നി കൊളുത്തിയാരപ്പോൾ അടിയനും ചുട്ടുപൊട്ടിച്ചെന്ന് 700 യോജന 700 വട്ടമായുള്ള ലങ്കാപുരം സത്വരം മന്നവർ മന്നവാലങ്കയിലുള്ള പടയിൽ നാലൊന്നു ഒടുക്കിനെ തൊൽപ്രസാദത്തിനാൽ ഒന്നുകൊണ്ടു വിളംബനം നന്നല്ല പോക പുറപ്പെടുക സുനം. യുദ്ധസന്നദ്ധരായി ബദ്ധരോഷം മഹാപ്രസ്ഥാനമാശു ഗുരു വിക്രമം. സംഖ്യയില്ലാതോളമുള്ള മഹാകവി സംഖ്യേന ലങ്കാപുരിക്കു ശങ്കാപഹം ലംഘനം ചെയ്തു നർത്തഞ്ജനായക കിങ്കരന്മാരെ ഷടേന പിതൃഗതി കിങ്കരന്മാർക്കു കൊടുത്തു ദശാനനൻ. ഹുങ്കൃതിയും തീർത്തു സംഘരാം ദേവലാൽ പങ്കജനേത്രയെ കൊണ്ടുപോരാം വിഭോ. പങ്കജനേത്രേ വരം പുരുഷ പ്രഭോ. അഞ്ജനാനന്ദന വാക്കുകൾ കേട്ടത് സഞ്ജാത കൗതുകം സംഭാവ്യ സാദരം. അഞ്ജസ സുഗ്രീവനോടരുൾ ചെയ്തിതു കഞ്ചവിലോചനാകിയ രാഘവൻ. ഇപ്പോൾ വിജയ മുഹൂർത്തകാലം പടയ്ക്കൽ വന്നാമോദം പുറപ്പെടുകേവരും നക്ഷത്രം മൂത്രമതും വിജയപ്രദം. രക്ഷോജനാക്ഷമൂലം അതിവ്രതം ദക്ഷിണാനേത്ര സ്ഫുരണവുമുണ്ടുമേ. ലക്ഷണമെല്ലാം നമുക്ക് ജയപ്രദം. സൈന്യമെല്ലാം വരിപാലിച്ചു കൊള്ളണം. സൈന്യാധിപനായ നീലൻ മഹാബലൻ മുമ്പും നടുഭാഗം ഇരുഭാഗവും പിൻപടയും വരിപാലിച്ചു കൊള്ളുവാൻ വമ്പരം വാനരന്മാരെ നിയോഗിക്കാം. രംഭപ്രമാധാവി പ്രമുഖരായുള്ളവർ മുമ്പിൽ ഞാൻ മാരുതി കണ്ടവുമേറി. മൽപിമ്പേ സുമിത്രാജനാനന്ദതോപരി സുഗ്രീവനെന്നെ പിരിയാതിരിക്കവേ നിർഗമിച്ചിടുക മറ്റുള്ള വീരരും. നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ബലിശൂലി സമാനനാം മൈന്ദൻ വിനൂതനും പങ്കജ സംഭവ സൂനു സുഷേണനും തുങ്കൻ നളനും ശതപരീതാരനും ചൊല്ലുള്ള വാനര നായകന്മാരോട് ചൊല്ലാവനാവതല്ലാതൊരു സൈന്യവും കൂടി പുറപ്പെട്ടു കേതുമേ വൈകരോ താടനുണ്ടാകരോ താർക്കും വഴികടോ. യുദ്ധമരുൾ ചെയ്തു മർക്കട സൈനിക മധ്യേ സഹോദരനോടും രഘുപതി. നക്ഷത്രമണ്ഡല മധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും ആകാശമാർഗെ വിളങ്ങുന്നതുപോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ. ആർത്തു വിളിച്ചു കളിച്ചു കുളച്ചു ലോകാർത്തി തീർത്തിടുവാൻ മർക്കട സഞ്ജയം. രാത്രിഞ്ജലേശ്വര രാജ്യമധീവരമാസ്തയ വേഗാൽ നടന്നു തുടങ്ങിനാർ. രാത്രിയിലൊക്കെ നിറഞ്ഞു പരന്നൊരു വാർത്തി നടന്നങ്ങടുക്കുന്നതുപോലെ ജാതിയും ഓടിയും ഓരോ വനങ്ങളിൽ തേടിയും പക്വബലങ്ങൾ ഭുജിക്കയും ശൈലവന നദീ ജാലങ്ങൾ പിന്നിട്ടോ. ശൈലശരീരികളായ കവികുലം ദക്ഷിണ സിന്ധു തന്നെ ഉത്തര തീരവും പൂക്കു മഹേന്ദ്രാചലാന്തികെ മേവിനാർ. മാരുതി തന്നെ കണ്ടദേശത്തിനും പാരിയിലിറങ്ങി രഘുകുലനാഥനും താരയെ കണ്ടമർന്ന സൗമിത്രിയും പാരിയിലിഴഞ്ഞു വണങ്ങിനാനഗ്രജം. ശ്രീരാമലക്ഷ്മണന്മാരും കവീന്ദ്രനും വാരിധി തീരം പ്രവേശിച്ചതനന്തരം
സൂര്യനും വാരുതി തന്നെ പശ്ചിമതീരം പ്രവേശിച്ചതപ്പോൾ നിർവാധിപൻ സൂര്യാത്മജനോട് അരുൾ ചെയ്തിതാശു നാം വാരിയുമൊത്ത് സന്ധ്യാവന്ദനവും ചെയ്തു വാരാ നിധിയെ കടപ്പാനുഭായവും വീരരായുള്ളവർ ഒന്നിച്ചു മന്ത്രിച്ചു വാരാതി കൽപ്പിക്ക വേണമിനിയുടൻ വാനര സൈന്യത്തെ രക്ഷിച്ചു കൊള്ളണം സേനാധിപന്മാർ കൃഷാനുപുത്രാദികൾ രാത്രിയിൽ മായാവിശാരദന്മാരായ രാത്രിഞ്ചരന്മാരും ഉപദ്രവിച്ചിടുവോൾ ഏവമരുൾ ചെയ്തു സന്ധ്യയും വന്ദിച്ചു മേദിനാർ പർവ്വതാഗ്രേ രഘുനാഥനും വാനര വൃന്ദം മകരാലയം കണ്ടു മനസേ വീതി കലർന്നു മരുവിനാർ ചക്രൗക ഭയങ്കരമെത്രയും ഉഗ്രം വരുണാലയം ഭീമനിസ്വനം അത്യുന്നതരംഗാഢ്യം അഗാധം ഈ തരുണം ചെയ്വതിന്നാരോതാർക്കുമേ ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്നങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു ചിന്താപരവശന്മാരായ കവികളും അന്ധബുദ്ധ്യ രാമപാക്ഷേമരൂപിനാർ ചന്ദ്രനും അപ്പോൾ ഉദിച്ചു പൊങ്ങിയിടിനാർ ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനും ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാനൊക്കെ ലോകത്തെ അനുഗ്രഹിച്ചിടുവാൻ ദുഃഖ ഹർഷ ഭയ ക്രോധലോകാദികൾ സൗഖ്യമത മോഹ കാമജന്മാദികൾ അഞ്ജനാലിംഗത്തിനുള്ളവയങ്ങനെ സുജ്ഞാനരൂപമായുള്ള അജ്ഞാനലിംഗത്തിനുള്ളവയങ്ങനെ സുജ്ഞാനരൂപമായുള്ള ചിതാത്മനി സംഭവിക്കുന്നു വിചാരിച്ചു കാണിലോ സംഭവിക്കുന്നതോ ദേഹാഭിമാനിന കിം പരമാത്മനി സൗഖ്യ ദുഃഖാദികൾ സംപ്രസാദത്തിങ്കലില്ല രണ്ടുമേ സമ്പ്രതി നിത്യമാനന്ദമാത്രം പരം ദുഃഖാദി സർവസ്വവും ബുദ്ധി സംഭൂതങ്ങൾ മുഖ്യനാം രാമൻ പരമാത്മാ പരകുമാർ മായാഗുണങ്ങളിൽ സംഗതനാകിയാൽ മായാവിമോഹിതമാർക്കു തോന്നും പ്രധാൻ ദുഃഖിയെന്നും സുഖിയെന്നുമെല്ലാം അതും ഒക്കെ ഓർത്താൽ അഭൂതന്മാരുടെ മതം പറ്റും. അക്കത നിൽക്കത ശരദപുത്രരും അർത്ഥാത്മജാതികളായ കവികളും വാരാനിധിക്കു വടക്കേ കരവന്നു വാരിധി പോലെ പരന്നോരനന്തരം ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥാ മന്ത്രികൾ തമ്മെ വരുത്തി വിരവോട് മന്ത്രനികേതനം ബുക്കിരുന്നിടിനാൻ ആതിരേയാസുരേന്ദ്രാദികൾ കുമരുതാത്തൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോട് കേൾപ്പിച്ചാനവസ്ഥകൾ മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരും അറിയാതിരിക്കയുമല്ലോ ആർക്കും കടക്കരുതാതൊരു ലങ്കയിലു പോടുവന്ന കമ്പുക്കൊരു വാനരൻ ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു ദീനത കൂടാതഴിച്ചാനുപവനം നക്തഞ്ചരന്മാരെയും വധിച്ചെന്നുടെ പുത്രനാം അക്ഷകുമാരനെയും കൊന്നു ലങ്കയിൽ ചുട്ടു പൊട്ടിച്ചു സമുദ്രവും ലംഘനം ചെയ്തൊരു സങ്കടമെന്നിയെ സ്വസ്ഥനായി പോയതോർത്തോളം നമുക്കുള്ളിൽ എത്രയും നാണമാമില്ലൊരു സംശയം ഇപ്പോൾ കവിമുല സേനയും രാമനും അഭ്യുതന്നുത്തര തീരെ മരുന്നു കർത്തവ്യം എന്തു നമ്മാലിനി എന്നതും ചിത്തെ നിരൂപിച്ചു കൽപ്പിക്ക നിങ്ങളും മന്ത്രവിശാരദന്മാർ നിങ്ങൾ എന്നുടെ മന്ത്രികൾ ചൊന്നതു കേട്ടതു മൂലമായി വന്നീലൊരാപത്തിനിയും മമഹിതം നന്നായി വിചാരിച്ചു ചൊല്ലുവിൻ വൈകാതെ എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങൾ എന്നിലെ സ്നേഹവും നിങ്ങൾക്ക് ചഞ്ചലം ഉത്തമം മധ്യമം പിന്നെ തമമോ മിത്തം ത്രിവിധമായുള്ള വിചാരവും സാധ്യമിതം ദുസാധ്യമാമിതം സാധ്യമല്ലെന്നുള്ള മൂന്ന് പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മനസ്സേ വാട്ടുമൊഴിഞ്ഞു തോന്നിയിടുന്നതും മുറ തമ്മിൽ അന്യോന്യം പറയുന്ന നേരത്ത് സമ്മതം മാമകം നന്നേ ദൃശം എന്നുറച്ചൊന്നിച്ചു കൽപ്പിപ്പതുത്തമം പിന്നെ രണ്ടാമത് മധ്യമം ചൊല്ലുവൻ ഓരോ തരം പറഞ്ഞൂനങ്ങളുള്ളത് തീരുവാനായി പ്രതിപാദിച്ചനന്തരം നല്ലതി തന്നൈക്യ ഏകമത്യമായ ഏവനും ഉള്ളിലുറച്ചു കൽപ്പിച്ചു പിരിവതു മധ്യമമായുള്ള മന്ത്രമെന്നിയേ ചിത്താഭിമാനേന താൻ പറഞ്ഞതും സാധിപ്പതിന് ദുസ്തർക്കം പറഞ്ഞത് ബോധിച്ചു മറ്റേവനും പറഞ്ഞീർച്ചയ കാലുഷ്യ ചേതസ കൽപ്പിച്ചു കൂടാതെ കാലവും ദീർഘമായിട്ട് പരസ്പരം നിന്ദയും പൂണ്ടു പിരിയുന്ന മന്ത്രമോ നിന്ദ്യമായുള്ളോ അധമമെത്രയും എന്നാൽ ഇവിടെ നമുക്ക് എന്ത് നല്ലതെന്നൊന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ ഇങ്ങനെ രാവണൻ ചൊന്നത് കേട്ടുള്ള വിംഗിതാജ്ഞന്മാർ നിശാചര ചൊല്ലിനാൻ നന്നെത്രയും ഓർത്തോളമുള്ളിൽ ഇന്നൊരു കാര്യ വിചാരമുണ്ടായതും ലോകങ്ങളെല്ലാം ജയിച്ച ഭവാനിന്നൊരാകുലമെന്ന് ഭവിച്ചതു മാനസേ മത്തിനാം രാമങ്ങൾ നിന്നു ഭയം തവ ചിത്തെ ഭവിച്ചതും എത്രയും അത്ഭുതം വൃത്താരിയെ പുരായുദ്ധേ ജയിച്ചുടൻ ഭർത്താവിനിച്ചിട്ട ഭക്തനെ സത്വരം നിസ്സുതയായ ഒരു കീർത്തി വളർത്തതും പുത്രനും മേഘനിനാഥനതോർക്കനി വിത്തേശനെ പുരായുദ്ധ മധ്യേ ഭവാൻ ജിത്വാജിത ശ്രമം പോരും ദിശാന്തരെ
പുഷ്പകമായ വിമാനം ഗ്രഹിച്ചതും അത്ഭുതം എത്രയും ഓർത്തുകൊണ്ടോളവും കാലനെപ്പോരിൽ ജയിച്ച ഭവാനുണ്ടോ? കാലരണ്ടത്താൽ ഒരു ഭയമുണ്ടാവൂ. ഹുങ്കാര മാത്രേണ തന്നെ വരുണനെ സങ്കരത്തിങ്ക ജയിച്ചില്ലയോ ഭവാൻ? മറ്റുള്ള ദൈവങ്ങളെ പറയണമോ? പറ്റുകാരും മറ്റുള്ളതു ചൊല്ലുന്നേ. പിന്നെ മൈന മഹാസുരൻ പേടിച്ചു. കന്യക രക്തത്തെ നൽകിയില്ലയോ തവ? ദാനവന്മാർക്കരം തന്നു പൊറുക്കുന്നു. മാനവന്മാരെ കൊണ്ട് എന്തു ചൊല്ലേണമോ? കൈലാസശൈലം ഇളക്കിയെടുത്തുടൻ ആലോലമം മാനമാടിയ കാരണം കാലാരി ചന്ദ്രഹാസത്തെ നൽകിയില്ലയോ? മൂലമുണ്ടോ വിഷാദിപ്പാൻ മനസ്സിതെ? ത്രൈലോക്യവാസികളെല്ലാം ഭവൽ ഫലം ആലോക്യ ഭീതി കലർന്നു വരുന്നു. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്കോർക്കിൽ നാണമാം. നാം ഒന്നുപേക്ഷിക്ക കാരണാലേതും രാമയമെന്നിയെ പൊയ്ക്കണ്ടതും അവൻ ഞങ്ങളാരാനും അറിഞ്ഞാകിലെന്നുമേ അങ്ങവൻ ജീവനോടെ പോകയില്ലല്ലോ. ഇത്തന്തശമുഖനോട് അറിയിച്ചുടൻ പ്രത്യേകം ഓരോ പ്രതിജ്ഞയും ചൊല്ലിനാൻ. മാനമോടെന്നിന് ഞങ്ങളിൽ ഏകനെ മാനസേ കൽപ്പിച്ചയക്കുന്നതാകിലോ? മാനുഷജാതികളില്ല ലോകത്തിങ്കൽ വാനരജാതിയുമില്ലെന്നതും വരും. ഇന്നൊരു കാര്യ വിചാരമാക്കി പലരൊന്നിച്ചുകൂടി നിരൂപിക്കുന്നതും എത്രയും ഭാരമിളപ്പം നമുക്കത് ഉൾത്താരിലോർത്തരുളേണം ജഗൽപ്രഭോ. നക്തഞ്ചര വരെ രിത്തം പറഞ്ഞവൾ ഉൾത്താപമൊട്ടു കുറഞ്ഞു ദശാസ്യനും നിത്രയും കൈവിട്ട് കുംഭകർണന്തതാ വിസ്തൃതമർജൻ തന്നെ വണങ്ങിനാൻ. ഗാഠഗാഠം പുണർന്നുടമോദം നിജ പീഠമതിന്മേലിരുത്തി ദശാസനം. വൃത്താന്തമെല്ലാം അവർ തന്നോട് ചിത്താനുരാഗേണ കേൾപ്പിച്ചനന്തരം ഉൾത്താരിലുണ്ടായ ഭീതിയോടും അവൻ നക്തഞ്ചരാധീശ്വരനോട് ചൊല്ലിനാൻ. ജീവിച്ചു ഭൂമിയിൽ വാഴുന്നതിൽ മമ ദേവത്വം ആശു കിട്ടുന്നത് നല്ലതും. ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും ത്വൽപ്രാണഹാനിക്കു തന്നെ ധരിക്കുന്നേ. രാമൻ ഭവാനെ ക്ഷണം കണ്ടുമുട്ടുകിൽ ഭൂമിയിൽ വാഴ്വാനയക്കയില്ലെന്നുമേ. ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചു കൊള്ളുക രാമനെ നിത്യമായി. രാമൻ മാനുഷനല്ലേകസ്വരൂപനാം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ തരൻ. സീതയാകുന്നതു ലക്ഷ്മി ഭഗവതി ജാതയായ തവനാശം വരുത്തുവാൻ. മോഹേന നാദവേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്ക് വരുന്നതോ. മീനങ്ങളെല്ലാം രസത്തിങ്ങൾ മോഹിച്ചു താനെ വെളിച്ചം വിഴുങ്ങേ മരിക്കുന്നു. അഗ്നിയെ കണ്ട് മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായ മൃത്യു ഭവിക്കുന്നിതം വണ്ണം. ജാനകിയെ കണ്ട് മോഹിക്ക കാരണം പ്രാണവിനാശം ഭവാനും അകപ്പെടും. നല്ലതല്ലേതും എനിക്കിതെന്നുള്ളതും ഉള്ളിൽ അറിഞ്ഞിരിക്കുന്നിതെന്നാകിലും ചെല്ലുമതിങ്ങൾ മനസ്സതിൻ കാരണം. ചൊല്ലുവൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടത് തീർക്കരുതാർക്കുമേ. ശാസനയാലും അടങ്ങുകയില്ലതും വിജ്ഞാനമുള്ള ദിവ്യന്മാർക്ക് പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ. കാട്ടിയതെല്ലാം അവനെയും നീരു നാട്ടിലുള്ളവർക്കും ആപത്തിനായ നിർണയം. ഞാനിതിനി രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കുവൻ. ജാനകി തന്നെ അനുഭവിച്ചിടു നീ. മാനസികേതമുണ്ടാകരുതേതുമേ ദേഹത്തിനന്തരം വന്നു പോകുന്നമേ. മോഹിച്ചതാകന്ത് സാധിച്ചു കൊള്ളുക നീ. ഇന്ദ്രിയങ്ങൾക്ക് വശനാം പുരുഷനു വന്നിടും ആപത്തു നിർണയമോർത്തുകാൻ. ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷനു വന്നുകൂടുന്ന ദിവസങ്ങളൊക്കെ മേ ഇന്ദ്ര അറിയാൻ കുംഭകർണോത്തി കേട്ടള്. ഇന്ദ്രജിത്തം പറഞ്ഞിടിനാരാധരാൽ മനുഷ്യനാകിയ രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കിനാൻ. ആശുവരുവൻ അനിക്കുകയും ചെയ്യുകയിലെന്ന ശാസ്ത്രാധീശനോട് ചൊല്ലിയിടിനാൻ. അന്നേരമാകാനായ വിഭീഷണൻ തന്നെ നിജാകൃതൻ തന്നെ വണങ്ങിനാൻ. തന്നരികത്തങ്ങിരുത്തി ദശാനൻ ചന്ദാനവനോട് പത്തം വിഭീഷണൻ. രാക്ഷസാധീശര വീരാദിശാനനാ കേൾക്കണമെന്നുടെ വാക്കുകൾ ഇന്ന് നീ. നല്ലത് ചൊല്ലണം എല്ലാവരും തനിക്കുള്ളവരോട് ചൊല്ലുള്ള പൊതുജനം. കല്യാണമെന്ന് കുലത്തിനെന്നുള്ളതും എല്ലാവരും ഒരുമിച്ച് ചിന്തിക്കണം. യുദ്ധത്തിനാലുള്ളതോർക്ക നീ രാമനോട് ത്രിലോകത്തിങ്ങൾ രക്തഞ്ചരാധിപ. മത്തനുൻപത്തൻ പ്രഹസ്തൻ വികടനും സുപ്രജ്ഞയജ്ഞാന്തകാരികാനന്ദത കുംഭകർണൻ ജമ്പുമാലി പ്രചങ്കനം. കുംഭൻ നിത്യ കുംഭന കമ്പനൻ കമ്പനൻ വമ്പൻ മഹോദരനും മഹാഭാസനും കുംഭാനനും ത്രിശിരസതികായനും ദേവാന്തകനും നരാന്തകനും മറ്റു ദേവാദികൾ വജ്രദുഷ്ടാതിവീരനും യൂപാക്ഷനും സോണിതാക്ഷനും പിന്നെ വിരൂപാക്ഷ ധൂമ്രാക്ഷനും മകരാക്ഷനും ഇന്ദ്രൻ ശങ്കരെ ബന്ധിച്ച വീരനാം ഇന്ദ്രജിത്തിനുമാമല്ല അവനിടണോ. നേരെ പൊരുതിയപ്പതിനാറുമേ ശ്രീരാമനോടു കരുതായിക മാനസേ. ശ്രീരാമനായതു മനുഷ്യനല്ല കേളാരെന്നറിവാനുമാമല്ല നല്ലൊരുവനും. ദേവേന്ദ്രനുമല്ല വഗ്നിയുമല്ലവൻ വൈവസ്വതനും നദിയുമല്ല കേൾ പാശിയുമല്ല ജഗൽപ്രാണനല്ല വിത്തേശനുമല്ല വനീശാനനുമല്ല വേദാവുമല്ല ഭുജങ്കാധിപനുമല്ല ആദിത്യരുദ്ര വസുക്കളുമല്ലവൻ. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ
മോക്ഷതൻ സൃഷ്ടി സ്ഥിതിലയകാരണൻ മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ പന്നിയായി മന്നിടം പാലിച്ചു കൊള്ളുവാൻ പിന്നെ നരസിംഹരൂപവും ധരിച്ചിട്ട് കൊന്നു ഹിരണ്യകശിപുവാൻ വീരനെ ലോകൈക നായകൻ വാമനമൂർത്തിയായി ലോകത്രയം ബലിയോട് വാങ്ങിയിടിനാൻ കൊന്നാൻ 21 തോട് രാമനായി മന്നവന്മാരെ സുരാംശമാകിയാൽ അന്നന്ന് അസുരരെ ഒക്കെ ഒടുക്കുവാൻ മന്നിൽ അവതരിച്ചിടും ജഗന്മയൻ ഇന്ന് ദശരഥപുത്രനായി വന്നതു നിന്നെ ഒടുക്കുവാൻ എന്നറിഞ്ഞിടു നീ സത്യസങ്കൽപ്പനാം ഈശ്വരൻ നന്മകം മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം എങ്കിലെന്തിന്നു പറയുന്നത് എന്നൊരു ശങ്കയുണ്ടാകിൽ അതിന് ചൊല്ലിടുവൻ ചവിപ്പർ കവയത്തെ കൊടുപ്പൊരു ദേവനവൻ കരുണാകരൻ കേവലൻ ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ മുക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ ആശ്രിതവത്സരൻ അംബുജലോചനൻ ഈശ്വരൻ ഇന്ദിര വല്ലഭൻ കേശവൻ ഭക്തിയോടും തൻ തിരുവടി തൻ പദം നിത്യമായി സേവിച്ചു കൊള്ളുക മടിയാതെ മൈഥിലി ദേവിയെ കൊണ്ട് കൊടുത്തു തൽപാദാംബുജത്തിൽ നമസ്കരിച്ചിടുക കൈതൊഴുദാശ രക്ഷിക്കെന്ന് ചൊല്ലിയാൽ ചെയ്ത അപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ തൻ പദം നൽകിയിടുമേവനും നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും കാടകം മുക്ക നേരത്തെ അതിബാലകൻ താടകയെ കൊല ചെയ്താന്തരം വിനാലോചികൻ തന്നെ ആകരക്ഷാത്തമായ നാശം സുവാഹു മുഖ്യന്മാർക്കു നൽകി ഞാൻ തൃക്കാലടി വെച്ചു കല്ലാമല്ലിക്കു ദുഷ്ടതമെല്ലാം മുടക്കിയതോർക്ക നീ തയ്യമ്പകം വില്ലും ഖണ്ഡിച്ചു സീതയാം മയ്യൽ മെഴിയാളെയും കൊണ്ടുപോകുമ്പോൾ മാർഗമറ്റേ കുടാരായുധനാകിയ ഭാർഗവൻ തന്നെ ജയിച്ചതും അത്ഭുതം പിന്നെ വിരാതനെ കൊന്നുകളഞ്ഞതും ചെന്ന ഖരാദികളെ കൊല ചെയ്തതും ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ അർണമൻ ചാടിക്കടന്നിവിടേക്ക് വന്ന് അന്നോജനേത്രയെ കണ്ടു പറഞ്ഞുടൻ ഭഗ്നിക്കുലങ്കാപുരത്തെ സമർപ്പിച്ചു സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കത്തവ നന്നു നന്നാകെന്ന് തോന്നുന്നതെങ്ങനെ നന്നല്ല സജ്ജനത്തോട് വൈരം വൃത തന്നെങ്കി തന്നെ കൊടുക്ക മടിയാതെ നഷ്ടമതികളായിടും മാത്യന്മാർ ഇഷ്ടം പറഞ്ഞു കൊല്ലിക്കും അതോർക്കനെ കാലമുറങ്ങറിയാതിരിക്കേണ്ടുകിൽ കാലം കളയാതെ നൽക വൈദേഹിയെ ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോട് കോവിൽ മത്സരം വെച്ചു തുടങ്ങിയാൽ പിൽപ്പാട് നാടും നഗരവും സേനയും തത്പ്രാണനും നശിച്ചേടുമ രക്ഷനാൽ ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്ന നിർണയം തന്റെ ദുർണയം കൊണ്ടുവരുന്നതിന് ഇന്നു നാം ആളല്ല പോകുന്ന വേർപ്പെട്ടു എന്ന് സേവിക്കും പ്രബലനെ ബന്ധുക്കൾ അന്നേരമോർത്താൽ ഫലമില്ല മന്നവ രാമശരമേറ്റ് മൃത്യു വരും നേരം ആമയ ഉള്ളിൽ എനിക്കുണ്ടത് കേട്ടു നേരെ പറഞ്ഞു തരുന്നിതു ഞാനിനി താരാർമകളെ കൊടുക്ക വൈകിടാതെ യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടൻ അർത്ഥവുമെല്ലാം ഒടുങ്ങിയാൽ മനസ്സെ മാനിനിയെ കൊടുക്കാമെന്ന് തോന്നിയാൽ സ്ഥാനവുമില്ല കൊടുപ്പതീനോർക്ക നീ മുമ്പിലേ ഉള്ളിൽ വിചാരിച്ചു കൊള്ളണം അമ്മനോടേറ്റ വരും ഫലമേവനും ശ്രീരാമനോട് കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ലെന്നതറിയണം പങ്കജനേത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരനാദികൾ എന്നതും ഓർക്ക നീ രാക്ഷസ രാജ ജയിക്ക നീ സാക്ഷാൽ മഹേശ്വരനോട് പിണങ്ങുല കൊണ്ട നേർവർണ്ണന് ജാനകി ദേവിയെ കൊണ്ട കൊടുത്തു സുഖിച്ചു വസിക്ക നീ സംശയമെന്നിയെ നൽകുക ദേവിയെ വംശം പിടിച്ചു കളകായ വേണമേ ഇത്തം വിഭീഷണൻ പിന്നെയും പിന്നെയും പഥ്യമായുള്ളത് ചൊന്നതോ കേട്ടത് മത്തഞ്ചരാധിപനായ ദശാസനും വൃദ്ധനായ സോദരനോട് ചൊല്ലിയിടിനാൻ ശത്രുക്കളല്ല ശത്രുക്കളാകുന്നത് മിത്രഭാവത്തോടരികെ മനുവിന് ശത്രുക്കളാകുന്ന ദേവനും മൃത്യു വരുത്തുമവരെന്നു നിർണയം ഇത്തരമെന്നോട് ചൊല്ലുകിലാശുനീ പദ്യനാമെന്നാൽ അതിനില്ല സംശയം രാത്രിഞ്ചരാധിപൻ ഇത്തരം ചൊന്നള വാർത്താൽ വിഭീഷണൻ ഭാഗവതോത്തമൻ മൃത്യുവശകനായ പുരുഷന് സിദ്ധൌഷധങ്ങളും ഏൽക്കയില്ലേതുമേ പോരുമിവനോടിനി ഞാൻ പറഞ്ഞതോ പൗരുഷൻ കൊണ്ട് നീക്കാമോ വിധിമതം ശ്രീരാമദേവപാദാംബോജം എന്നിമറ്റാരും ശരണം എനിക്കില്ല കേവലം ചെന്ന് തൃക്കാൽക്കറിയണന്തികെ സന്തതം തിന്ന് സേവിച്ചുകൊള്ളുവൻ ജന്മമുള്ള നാൾ സത്തരം നാലമാത്തന്മാരുമായി നിത്തം നിരൂപിച്ചുറച്ചു പുറപ്പെട്ടു ധാരനാലയായ മിത്രമിത്യാർഗവും ദൂരെ പരിത്യജ രാമപാദാകുഞ്ചം ജ്ഞാനസത്യങ്കിലുറച്ചു ദുഷ്ടനായ വീണുവണങ്ങിനാൻ അഗ്രജന്തൻപദം കോപിച്ചു രാവണൻ ചൊല്ലിനാൻ അന്നേരമാപത്തെനിക്ക് വരുത്തുന്നതും ഭവാൻ രാമനെ ചെന്ന് സേവിച്ചു കൊണ്ടാലും രാമയമിങ്ങതിനില്ലെന്ന് നിർണയം പോകാകിലോ മമ ചന്ദ്രഹാസത്തിൻ ഏകാന്ത ഭോജനമായി വരും നീയടോ എന്നത് കേട്ട് വിഭീഷണൻ ചൊല്ലിനാൻ എന്നുടെ താതന് തുല്യനല്ലോ ഭവാൻ താവകമായ നിയോഗം അനുഷ്ഠിപ്പാനാവതെല്ലാം സൗഖ്യമല്ലോ മമ സങ്കടം ഞാൻ മൂലമുണ്ട്
ഉണ്ടാകരുതേതുമെങ്കിലോ ഞാനിതാ വേഗേന പോകുന്നു. പുത്രമിത്രാർത്ഥ കളത്രാർത്ഥികളോടും അത്ര സുഖിച്ചു സുചിരം വസിക്കണേ. മൂലവിനാശം നിനക്ക് വരുത്തുവാൻ കാലന്ത മന്ദിരേ രാമനായി ജാതനായ ജനകാലയെ കാലിയം സീതാപിതാനെ നിജാതയായിടിനാൾ. ഭൂമിഭാരം കളഞ്ഞിടുവാനായി മുതിർ നാമോദമോടിങ്ങു വന്നാരിരുവരും. എങ്ങനെ പിന്നെ ചൊന്നകിതോക്തികൾ അങ്ങു പോവാനുള്ളിൽക്കുന്നിതു പ്രഭോ. രാവണൻ തന്നെ വധിപ്പാനവനിൽ ദേവൻ വിധാതാവ് അപേക്ഷിച്ച കാരണം വന്നു പിറന്നിതു രാമനായ നിർണയം. പിന്നെ അതിനന്യതാത്വം ഭവിക്കുമോ ആശരമം വിനാശം വരും മുമ്പേ ദാശരഥിയെ ശരണം ഗതോസ്മി ഞാൻ. രാവണൻ തന്നിയോഗേന വിഭീഷണൻ ദേവദേവേശ പാദാബ്ജസേവാർക്കമായ ശോകം വിന നാലാമാത്യന്മാരുമായി ഉടൻ ആകാശമാകെ ഗമിച്ചാനതിദ്രുതം. ശ്രീരാമദേവൻ ഉഴുന്നരുളുന്നതിന് നേരെ മുകളിൽ നിന്ന് ഉച്ചത്തരം അവൻ രക്തവർണ്ണന ചൊല്ലിതിനാൻ എത്രയും ഭക്തി വിനയ വിശുദ്ധാമതിസ്ഫുട രാമാരമാരമണാതിലോകീപദേ. സ്വാമിൻ ജയ ജയ നാഥ ജയ ജയ രാജീവ നേത്ര മുകുന്ദ ജയ ജയ രാജാശികാമണി സീതാപദേ ജയ. രാവണൻ തന്നെ സോദരൻ ഞാൻ നവദേവാർത്ഥമായി വിട കൊണ്ടേന്തയാമിതേ. ആമ്നായ മൂർത്തേരുപദേശീപദേ നാനാ വിഭീഷണൻ ഭക്ത സേവകൻ. ദേവിയെ കട്ടതനൂചിതം നീ എന്നു രാവണനോട് ഞാൻ നല്ലതു ചൊല്ലിയാൻ. ദേവിയെ ശ്രീരാമൻ ആയിക്കൊണ്ട് നൽകുന്ന ആവോളമേറ്റം പറഞ്ഞേൻ പലതരം വിജ്ഞാന മാർഗങ്ങളെല്ലാം ഉപദേശിച്ച് അജ്ഞാനിയാകിയാൽ ഏറ്റതില്ലേതുമേ പഥ്യമായുള്ളതു ചൊല്ലിയാൻ. ഏറ്റ അപത്യമായി വന്നിത വന്നോവിധീവശാൽ വാളുമായി എന്നെ വധിപ്പാനടുത്തിടു കലാഭുജംഗവേന ലങ്കേശ്വര മൃത്യു ഭയത്താൽ അടിയനുമെത്രയും ചിത്താകുലാതയാ പാഞ്ഞോ പാനിഹാം. നാലമാത്യന്മാരുമായി വിട കൊണ്ടേനൊരാലംബനം മറ്റെനിക്കില്ല. ദൈവമേ ജന്മാമരണമോ ശാസ്ത്രംഭവച്ചരണാംബുജം മേ ശരണം കരുണാംബുദേ. യുക്തം വിഭീഷണ വാക്യങ്ങൾ കേട്ടളവുത്തായ സുഗ്രീവനും പറഞ്ഞിരുന്ന വിശേഷരാഷ്ട്രമായ എത്രയും വിശ്വാസയോഗ്യനല്ലെന്നതു നിർണയം. പിന്നെ വിശേഷിച്ചു രാവണ രാക്ഷസൻ തന്നെ സോദരൻ വിക്രമമുള്ളവൻ അയുധ പണിയ വന്നാനമാത്യരുമായി ആശാവിശാരദമാരെന്നു നിർണയം. ചിത്രം കുറഞ്ഞെന്നു കൺകളും നമ്മുടെ നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുമോ ചിന്തിച്ചുടൻ നിയോഗിക്കാ കവികളെ. ഹന്തവൻ ഇന്നില്ലവനില്ലൊരു സംശയം. ശത്രുപക്ഷത്തിലുള്ള ജനങ്ങളെ മിത്രമെന്നോർത്തുരം വിശ്വസിക്കുന്നത് ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിരുന്ന ഉത്തമമാകുന്നതെന്നോർക്കണമേ. ചിന്തിച്ചു കണ്ടിനി നിന്തിരു ഉള്ളത്തിൽ എന്തിനെന്ന അഭിമതം എന്നരുൾ ചെയ്യണം. മറ്റുള്ള വാനരവീരരും ചിന്തിച്ചു കുറ്റം വരായ്വാൻ പറഞ്ഞാർ പലാതരം. അന്നേരമുത്തായ വന്ദിച്ചു മാരുതി ചൊന്നാം വിഭീഷണൻ ഉത്തമൻ എത്രയും വന്നു ശരണം ഗമിച്ചവൻ തന്നെ നാം നന്നു രക്ഷിക്കുന്നതെന്നുടെ മതം. നക്തഞ്ചരാനുയത്തിങ്കൽ ജനിച്ചവൻ ശത്രുക്കളെ വരുമെന്നു വന്നിടുമോ നല്ലവരുണ്ടാമ അവരിലും എന്നുള്ളതെല്ലാവരും നിരൂപിച്ചുകൊള്ളണമേ. ജാതി നാമാദികൾക്കല്ല ഗുണങ്ങളും ഭേദമെന്നത്രേ ബുധന്മാരുടെ മതം. ശാശ്വതമായുള്ള ധർമ്മം നൃപതികൾ കാശിത രക്ഷണമെന്നു ശാസ്ത്രോക്തിയും. ഇത്തം പലരും പലവിധം ചൊന്നവാച്ചിത്തേ ധരിച്ചരുൾ ചെയ്തു രഘുപതി. മാരുതി ചൊന്നതുപന്നയം എത്രയും വീരാവിഭാകര പുത്രാവരികളോ ഞാൻ പറയുന്നത് കേൾക്കിതിനെല്ലാവരും. ജാമ്പവതാതി നീതിജ്ഞാവരെയും മാരെ ഭീഷണായാൽ അവനാശിതന്മാരെ സർവേശോ രക്ഷേശുനാശോപചാതി രക്ഷിയാനാലവൻ ബ്രഹ്മമഹാ കേവലം രക്ഷിതാവശമേധം ചെയ്ത പുണ്യവനും എന്നു ചൊല്ലുന്നതു വേദശാസ്ത്രങ്ങളിൽ. പുണ്യപാപങ്ങൾ അറിയരുതേതുമേ മുന്നാമൊരു കബോധം നിജാപേതയോടൊന്നിച്ചു രൂപനും തെന്നിൽ മേലിടിനാൻ. ഉന്നതമായൊരു പാഗ്രേ തഥാ ചെന്നൊരു കാട്ടാളനേതു കൊന്നിടിനാൻ. തന്നെ പക്ഷിണിയെ സുരതാന്തരെ വന്നൊരു ദുഃഖം പോറാഞ്ഞു കരഞ്ഞവൻ തന്നെ മറന്നിരുന്നിടും ദശാന്തരെ വന്നിതു കാറ്റും മഴയും ദിനേശനും. ചെന്നു ചരമാബ്ദി തെന്നിൽ മറഞ്ഞിതു ഖിന്നനായി വന്നു വിശന്നു. കിരാതനൻ താനിരിക്കുന്ന വൃക്ഷത്തിൻ മുരേടത് ദീനതയോട് നിൽക്കുന്ന കാട്ടാളനെ കണ്ടു കരുണ കലർന്നു. കബോധവും കൊണ്ടുവന്ന് ആശു കൊടുത്തിതുവനെയും തന്നെ കയ്യിലിരുന്ന കബോധിയെ വന്നിയിലിട്ട് ചുട്ടാശു തിന്നിടിനാൻ. എന്നതോ കൊണ്ടു വിശപ്പടങ്ങിയിടാന് പിന്നെയും പീഡിച്ചിരിക്കും. കിരാതനൻ തന്നെ ദേഹം നൽകിനാൻ അമ്പോട് വനിയിൽ വീണു കിരാതാശനാർക്കനായി
അത്ര പോലും വേണം. അശുത രക്ഷണമർത്തനെന്നാലോ പറയേണ്ടതില്ലല്ലോ. എന്നെ ശരണമെന്നോർത്തിങ്ങു വന്നവനെന്നും അഭയം കൊടുക്കുമതേയുള്ളൂ. പിന്നെ വിശേഷിച്ചും ഒന്നു കേട്ടീടൂ, എന്നെ ചരിപ്പാൻ ആരും ഇല്ലെന്നുമേ. ലോകപാലന്മാരെയും മറ്റു കാണായ ലോകങ്ങളെയും നിമേഷമാത്രം കൊണ്ടു സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടുവാൻ ഒട്ടുമേതണ്ട എനിക്കില്ല നിശ്ചയം. പിന്നെ ഞാൻ ആരെ ഭയപ്പെടുന്നു മുത വന്നിടുവാൻ ചൊല്ലവനെ മടിയാതെ ദഗ്രിയായേതും ഇതു ചൊല്ലി മാനസ സുഗ്രീവ നീ ചെന്നവനെ വരുത്തുക. പിന്നെ ശരണം ഗമിക്കുന്നവർക്കു ഞാനെന്നും അഭയം കൊടുക്കൂ മതിദ്രുതം. പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂടാമോനമെന്നറിക നീ. ശ്രീരാമവാക്യാമൃതം കേട്ടുവാനര വീരൻ വിഭീഷണൻ തന്നെ വരുത്തിനാൻ ശ്രീരാമ പാദാന്തികെ വേണു സാഷ്ടാംഗം ഹരിയുടമോദം നമസ്കരിച്ചീരന രാമം വിശാലാശം ഇന്ദീവരദളശ്യാമളം കോമളം ബാണാദനുർധരം സുമബിംബാപപ്രസന്ന മുഖാംബുജം കാമതം കാമോപമം കമലാവരം കാന്തം കരുണാകരം കമലേക്ഷണം ശാന്തം ശരണ്യം വരേണം വരപ്രദം ലക്ഷ്മണാസംഗൃത സുഗ്രീവമാരുതി നിത്യാകവികുളസേവിതം രാഘവം കണ്ടു കുപ്പിത്തൊഴുതേറ്റം വിനീതനായി ഉണ്ടായ സന്തോഷം ഓടും വിഭീഷണൻ ഭക്തപ്രിയനായ ലോകൈകനാഥനെ ഭക്തിപരവശനായി സ്തുതിച്ചിരുന്ന ശ്രീരാമ സീതാ മനോഹര രാഘവ ശ്രീരാമ രാജേന്ദ്ര രാജീവലോചന ശ്രീരാമ രാക്ഷസ വംശാവിനാശന ശ്രീരാമ പാദാംബുജം നമസ്തേ സദാ ചണ്ഡാംശുഗോത്രോത്ഭവാനായ നമ ചണ്ഡകോതണ്ഡധരായ നമോ നമ പണ്ഡിത കിൽപുണ്ടരീക ചണ്ഡാംശമേ ഗണ്ഡാപരശുപ്രിയായ നമോ നമ രാമായ സുഗ്രീവമിത്രായ കാന്തായ രാമായ നിത്യാനന്ദായ ശാന്തായ രാമായ വേദാന്തവേദ്യായ ലോകാഭിരാമായ രാമഭദ്രായ നമോ നമ വിശ്വോദ്ഭവസ്ഥിതി സംഹാര ഹേതവേ വിശ്വായ വിശ്വരൂപായ നമോ നമ നിത്യമനാദി ത്രിയസ്തായ തേ നമോ നിത്യായ സത്യാശുദ്ധായ തേ നമ ഭക്തപ്രിയായ ഭഗവതേ രാമായ മുക്തിപ്രദായ മുകുന്ദായ തേ നമ വിശേഷനാന്യന്തിരുപടി താനല്ലോ വിശ്വോദ്ഭവസ്ഥിതി സംഹാര കാരണം സന്തതം ജംഗമാജംഗമഭൂതങ്ങൾ അന്തർബഹിർ വ്യാപ്തനാകുന്നതും ഭവൻ നിന്മഹാമായ മൂടിക്കിടക്കുമാ നിർമ്മലമാം പരബ്രഹ്മജ്ഞാനിനാം തന്മൂലമായുള്ള പുണ്യപാപങ്ങള ജന്മാമരണങ്ങൾ ഉണ്ടായി വരുന്നത് മറ്റൊന്നാളേക്കും ജഗത്തൊക്കവേ ബല സത്യമായി തോന്നും. അതിനുള്ള സംശയം എത്ര നാളേക്കറിയാതെ ഇരിക്കുന്നതിദ്വയം മാം പരബ്രഹ്മം സനാതനം പുത്രധാരാദി വിഷയങ്ങളിലതി ശക്തികളർന്നും ശ്രമിക്കുന്നതന്യകം ആത്മാവിനീയല്ലി ആകയാ നിർണയം ആത്മനീ കാണേണം ആത്മന ദുഃഖപ്രദം വിഷയേന്ദ്രിയ സംയോഗമൊക്കെയും ഓർത്താലൊടുക്കോ മനാത്മനം അധികാലേ സുഖമെന്ന് തോന്നിക്കുന്നതും ഏതും വിവേകമില്ലാത്തവർ മാനസേന്ദ്രാഗ്നി ധർമ്മരക്ഷോവരുണ ഇന്ദ്രാഗ്നി ധർമ്മരക്ഷോവരുണ നീല ചന്ദ്രരുദ്രാജാഹി പതികളൊക്കെയും ചിന്തിക്കലോന്നും തിരുവടി നിർണയം അന്തവും ആദിയുമില്ലാതെ ദൈവമേ കലാസ്വരൂപനായിടുന്നതും ഭവൻ സ്ഥൂലങ്ങളിൽ ഗച്ഛതി സ്ഥൂലവും ഭവൻ അതിസ്ഥൂലനും ഭവാൻ നൂനാം അണുവിങ്ക നിന്നനി യാൻ ഭവൻ മാനമില്ലാതെ മഹത്വവും ഭവൻ സർവലോകാനാം പിതാവായതും ഭവൻ സർവലോകേശമാതാവായതും ഭവൻ സർവതാവായതും ഭവൻ സർവീകരേന്ദ്ര ശയനാഭയാനിതേ ആദിമധ്യാന്തവിഹീനൻ പരിപൂർണനാഥരാ ഭൂതൻ പ്രപഞ്ചത്തിന് ഈശ്വരൻ അച്യുതൻ അവ്യയൻ അവ്യക്തൻ അദ്വയൻ സച്ചിൻ പുരുഷൻ പുരുഷോത്തമൻ പര നിശ്ചലൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണ നിശ്ചയിച്ചാർക്കും അറിഞ്ഞുകൂടാതവൻ നിർവികാരൻ നിരാകാരൻ നിരീശ്വരൻ നിർവികൽപ്പൻ നിരുപാശയൻ ശാശ്വതൻ ഷഡ്ഭാവഹീനൻ പ്രകൃതി പരൻ കുമാർ സൽഭാവയുക്തൻ ധനാഥനൻ സർവകൻ മായാ മനുഷ്യൻ മനോഹരൻ മാധവൻ മായാവിഹീനൻ മധുകയുടെ പാന്തകൻ ജ്ഞാനികാ കൽപാദ ഭക്തിനി ശ്രേണിയെ ആനന്ദമാസോ സംപ്രാപ്യ രഘുപതേ ജ്ഞാനയോഗാഖ്യ സൗതങ്കരേ വീടുവാൻ മനസ്സേ കാണിച്ചു വന്നേന്റെ കൽപ്പതേ ഇതാപതേ രാമകാരുണ്യഗോത്തമായ യാദൂദാനാന്തക രാവണാരേഹരേ പാദാംബുജം നമസ്തേ ഭവ സാഗരാഭീത ധീരനാമെന്നെ രക്ഷിച്ചു കൊള്ളണമേ ഭക്തി പരവശനായി തുതിച്ചിരുന്ന ഭക്തനെ കണ്ടു തെളിഞ്ഞു രഘൂത്തമൻ ഭക്തപ്രിയൻ പരമാനന്ദം ഉൾക്കൊണ്ടു മുക്തസ്മിത പൂർവമേവ മരുച്ചത് ഇഷ്ടമായുള്ള വരത്തെ ഭരിക്ക സന്തുഷ്ടനാം ഞാൻ വരദാനൈക തൽപരൻ ഒട്ടുമേ താപമൊരുത്തൻ എന്നെ കൊണ്ട് കിട്ടിയാൽ പിന്നെയുണ്ടാകയില്ലോർത്തനെ രാമവാക്യാമൃതം കേട്ടുപോയി ഭീഷണൻ ആമോദം ഉൾക്കൊണ്ടുണർത്തിച്ചരുടന ധന്യനായൻ കൃതകിത്യനായേനകം ധന്യാകൃതേ കൃത കാമനായേനകം
സ്വൽപാദ പത്മാവലോകനം കൊണ്ടു ഞാൻ ഇപ്പോ വിമുക്തനായി എന്നില്ല സംശയം മത്സമനായൊരു ധനനിലൂഴിയിൽ മത്സമനായൊരു ശുദ്ധനുമില്ലപ്പോ മത്സമനായി മറ്റൊരുവനും ഇല്ലിക തൊൽസ്വരൂപം മമ കാണായ കാരണം കർമ്മബന്ധങ്ങൾ നശിപ്പതിനായി നിർമ്മലമാം ഭവജ്ഞാനവും ഭക്തിയും ത്വദ്വാന സൂക്ഷ്മവും ദേഹിമേ രാഘവ ചിത്തേ വിഷയ സുഖാശയമില്ല ചിത്തേ വിഷയ സുഖാശയമില്ലേതുമേ സ്വൽപാദ പങ്കജ ഭക്തിയെ രേവാത്തുമേ നിത്യാമിളക്കാമൊഴിഞ്ഞു കൃപാനിരയുക്തമാകർഞ്ഞ സംപ്രീതനാം രാഘവൻ നക്തൻ ജരാധിപൻ തന്നോടൊരുച്ച് നിത്യം വിഷയ വിരക്തന ശാന്തന ഭക്തി വളർമതി ശുദ്ധമതികളെ ജ്ഞാനികളായുള്ള യോഗികൾ മാനത്തെ ഞാൻ ഇരിപ്പൂ മമ സീതയുമായി മുത ആകയാൽ എന്നെയും ധ്യാനിച്ചു സന്തതം വാഴ്ക നീ എന്നാൽ നിനക്കു മോശം വരും അത്രയുമല്ല നിന്നാൽകൃതമായൊരു ഭക്തീകര സ്തോത്രം അത്യന്ത ശുദ്ധനായി നിത്യവും ചൊൽകയും കേൾക്കയും ചെയ്തിലും മുക്തി വരും അതിനുള്ളൊരു സംശയമിത്താനരോട് ചെയ്തു ലക്ഷ്മണൻ തന്നോട് ഭക്തപ്രിയനരോട് ചെയ്തതു സാദര എന്നെ കനിയോട് കണ്ടതിൻ്റെ ഫലം ഇന്ന് തന്നെ വരും തേണമതിന്നു നീ ലങ്കാധിപനീവനെന്ന അഭിഷേകവും ശങ്കാവിഹീനവൻ പോടും ചെയ്തിടുക സാഗരവാരിയും കൊണ്ടുവന്നിടുക ശാഖാമൃഗാധിപന്മാരുമായി സത്വരം ആർക്കചന്ദ്രന്മാരും ആകാശഭൂമിയും മൽക്കതയും ജഗത്തിങ്കലുള്ളിവൻ ബാൽകലങ്കരാജ്യമേവം മമാജ്ഞയ ഭാഗവതോത്തമനായ വിഭീഷണൻ പങ്കജ നേത്രവാക്യം കേട്ടു ലക്ഷ്മണലങ്കാപുരാധിപത്യാർത്ഥമഭീഷകം അൻപോട് വാദ്യഘോഷേണ വൻസരാം വാനരാധീശ്വരന്മാരുമായി സാധുവാദേന മുഴങ്ങി ജഗത്രയം സാധുജനങ്ങളും പ്രീതി കുന്തിരിന ആതിഥേയോത്തമന്മാർ പുഷ്പവൃഷ്ടിയും ആതിഥേറിക്കു ചെയ്തിരുന്നാൻ ആദര അക്ഷരാത്രികളും നൃത്തഗീതങ്ങളാൽ ഈ പുരുഷോത്തമനെ ഭജിച്ചീരിന ഗന്ധർവ കിന്നര കിൻപുരുഷന്മാരും അന്തർമുദാസിത വിദ്യാധരാധീയ ശ്രീരാമചന്ദ്രനെ വാഴ്ത്തി സ്തുതിച്ചു പേടിനാഥമുരുക്കീനാൻ ദുംബുരും പുണ്യ ജനേശ്വരൻ നായ വിഭീഷണൻ തന്നെ പുണർന്നു സുഗ്രീവനും ചൊല്ലിന പാരേഴു രണ്ടിലും നാഥനായ വാഴുമേ ശ്രീരാമകിങ്കരന്മാരിൽ മുഖ്യൻ ഭവാൻ രാവണാനിഗ്രഹത്തിനു സഹായവും ആവോളം ആശുചേരണം ഭവാനിന് കേവലം ഞങ്ങളും മുന്നടക്കുന്നുണ്ട് ദേവയാ ദിവ്യം ഏറ്റവും അനുഗ്രഹം സുഗ്രീവ വാക്യമാകർഞ്ഞ വിഭീഷണനഗ്രേ ചിരിച്ചവനോട് ചൊല്ലിയതിനാൽ സാക്ഷാ ജഗന്മയനാം അഖിലേശ്വരൻ സാക്ഷിഭൂതൻ തകളത്തിനും ആകെയേന്തു സഹായന കാര്യം അവയിടറ്റു ബന്ധുശത്രുക്കളും ഉള്ളതും ഇല്ലകൾ കൂടത്തനാനന്ദ പൂർണ്ണനേതാത്മവൻ കൂടത്തനാശയം മറ്റാരുമില്ലടോ മൂഢത്വമത്രേ നമുക്ക് തോന്നുന്നതോ കൂടത്രി ഗുണഭാവേന മായാബലാൽ തദ്വശമാരൊക്കെ നാമെന്നറിഞ്ഞുകൊണ്ട് തദ്വയഭാവേനെ ധരിച്ചു കൊടുക്കുന്ന നക്തഞ്ചര പ്രവരക്തികൾ കേട്ടൊരു ഭക്തനാം ഭാനുജനും തെളിഞ്ഞിടിനാൻ അക്ഷോവരനായ രാവണൻ ചൊല്ലിയാൽ കർഷണേ വന്നു ശുഭനാം നിശാചരൻ പുഷ്കരെ നിന്ന് വിളിച്ചു ചൊല്ലിയിടിനാൻ മക്കളരാജനാം സുഗ്രീവനോടിതം രാക്ഷസാധീശ്വരൻ വാക്കുകൾ കേൾക്കണം ഭാസ്കരസൂനോ പരാക്രമവാരിതേ ഭാനുതനേനാം ഭാഗതേയാമ്പുദേ വാനരരാജ മഹാകുല സംഭവ േന്ദ്രസുതാനുജനാദേ സമാനൻ ഭവാൻ മമ നിർണയം നിന്നോട് വൈര്യമെനി എനിക്കേതുമില്ല മറ്റെന്നിൽ വിരോധം നിനക്കുമില്ലേതുമേ രാജകുമാരനാം രാമഹം രാജേന കൊണ്ടുപോന്നേനതീനെന്തുതേ മർക്കടസേനയോടോ മതിവിദ്രുതം കിഷ്കിന്തയാം നഗരീക്കു പൊയ്ക്കൊള്ളുക നീ ദേവാദികളാലും അപ്രാപ്യമായൊന്നു കേവലമെന്നുടെ ലങ്കാപുരമിടോ കൽപ്പസാരന്മാർ മനുഷ്യരുമെത്രയും ദുർബലന്മാരായ വാനരഭ്യൂതവും എന്തൊന്നു എന്നോടിവിടെ വന്ന അന്ധകാരം നിനച്ചിടായ നീ വൃഥ ുക്തം ശുഭോക്തികൾ കേട്ടു കവികുലമുഖായ ചാടി പിടിച്ചാരതിദ്രുതം ദുഷ്ടിപ്രഹരങ്ങളേറ്റു ശുഗനതികൃഷ്ടനായേറ്റം കരഞ്ഞു തുടങ്ങിന രാമ രാമ പ്രഭോ കാരുണ്യവാരിധേ രാമനാഥ പരിത്രാഹി രഘുപതേ ദൂതരെ കൊല്ലുമാറില്ല പണ്ടാരുമേ നാഥ ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളേണമേ വാനരന്മാരെ നിവാരണം ചെയ്താശു മാനവവീര അദോഹം പ്രപാഹിമാം ും ശുഭപരിദേവനം കേട്ടൊരു ഭക്തപ്രിയൻ വരദൻ പുരുഷോത്തമൻ വാനരന്മാരെ വിലക്കിനാൻ അന്നേരം ആനന്ദം ഉൾക്കൊണ്ടുയർന്നു ശുഗന്ധത ചൊല്ലിനാൻ സുഗ്രീവനോട് ഞാൻ എന്തോന്ന് ചൊല്ലേണ്ടതങ്ങു ദശഗ്രീവനോടത് ചൊല്ലിയിടുവെന്നതു കേട്ടു സുഗ്രീവനും ചൊല്ലിനാനാ ശുരുവനോട് സത്വരം
ചൊല്ലുള്ള ബാലിയെ പോലെ ഭവാനിയും കൊല്ലേണമാശു സപുത്രനിലാന്വിതം ശ്രീരാമഭഗ്നിയെ കട്ടുകൊണ്ടിടിനാൻ ചോരനെയും കൊന്നു ജാനകി തന്നെയും കൊണ്ടുപോകേണം എനിക്ക് കിഷ്കിന്ധയ്ക്കു രണ്ടില്ലതിനെന്നു ചെന്നു ചൊല്ലിയിടുന്നി അക്കാത്മജോക്തികൾ കേട്ടു തെളിഞ്ഞളവർക്ക് അന്വയോത്ഭവൻ താനും അരുൾ ചെയ്തു വാനരന്മാരെ ശുഗനെ ബന്ധിച്ചുകൊണ്ട് ഊനമൊഴിഞ്ഞിങ്ങു കാത്തുകൊണ്ടിടുവിൻ ഞാനുര ചെയ്തേ അയക്കാവിതെന്നതും ആനന്ദമോടരുൾ ചെയ്തു രഘുവരൻ വാനരന്മാരും പിടിച്ചു കെട്ടിക്കൊണ്ട് വീണത കൈവിട്ടു കാത്തുകൊണ്ടിടിനാർ ശാർദൂല വിക്രമം പൂണ്ട കപിലരം ശാർദൂലനായ നിശാചരൻ വന്നുകൊണ്ട് ആർത്തനായി രാവണനോട് ചൊല്ലിയിടിനാൻ വാർത്തകളുള്ള വണ്ണം അത് കേട്ടൊരു േശ്വരനാകിയ രാവണൻ ആർത്തി പൂണ്ടേറ്റവും ദീർഘചിന്താന്വിതം ചീർത്തഖേദത്തോട് ദീർഘകമായേറ്റവും ദീർഘുപായങ്ങൾ കാണാനിരുന്നീടിനാൻ തൽക്കാലം അർക്കാക്കുലോത്ഭവൻ രാഘവൻ അർക്കാത്മജാതിക വിവരന്മാരോടും രക്ഷോവരനാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ എന്തുപായം സമുദ്രം കടപ്പാനെന്നു ചിന്തിച്ചു കൽപ്പിക്ക എല്ലാവരുമായി എന്നരുൾ ചെയ്തതു കേട്ടവരെ ഒരു ഒന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിനാർ ദേവപ്രവരനായോരു വരുണനെ സേവിക്ക വേണമെന്നാൽ വഴിയും തരും എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ നന്നതു തോന്നിയതങ്ങനെ തന്നെ എന്നർണവതീരെ കിഴക്ക് നോക്കി തൊഴുതർണോജലോചനാകിയ രാഘവൻ ദർഭവിരിച്ചു നമസ്കരിച്ചിടിനാൻ അത്ഭുത വിക്രമൻ ഭക്തി പൂണ്ടെത്രയും 3 അഹോരാത്രമുപാസിച്ചിതിങ്ങനെ 3 ലോകത്തിനും നാഥനാമീശ്വരൻ ഏതുനിളവീരവാരിധിയും അതിക്രോധേന രക്താന്ത നേത്രനാം നാഥനും കൊണ്ടുവാ ചാപബാണങ്ങൾ നീ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും മമ ശരവിക്രമം ഇന്നു പരിവഴി മേളുന്നതല്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ പുണ്യം മതീയ പൂർവന്മാർ വളർത്തതും ഇന്നു ഞാനില്ലാതെ ആക്കുവൻ നിർണയം സാഗരമെന്നുള്ള പേരും മറന്നുള്ളിലാകുലമെന്നേ വാഴുകിലെന്നുമേ നഷ്ടമാക്കിയിടുവൻ വെള്ളം കവികുലം പുഷ്ടമോദം പാദചാരേണ പോകണം എന്നരുൾ ചെയ്തു വില്ലും കുലച്ചർണവത്തോടരുൾ ചെയ്തു രഘുവരൻ സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമെൻ ദുർവാരമായ ശ്രീമുഖവിക്രമം ഭസ്മമാക്കിയിടുവൻ വരാൻ വിധിജ്ഞാൻ വിസ്മയമെല്ലാവരും കണ്ടു നിൽക്കണം ഇത്തം രഘുവരൻ വാക്കുകേട്ടന്നേരം പൃഥ്വീരുഹങ്ങളും കാനനജാലവും പൃഥ്വിയും കൂടെ വിറച്ചു ചമഞ്ഞിരും മിത്രനും മങ്ങി നിറഞ്ഞു തിമിരവും അത്തിയും ശോഭിച്ചു വിട്ടാൽ കവിഞ്ഞു വന്നുത്തുംഗമായ തരംഗാവലിയോടും പ്രസ്തങ്ങളായി പരിസ്തപ്തങ്ങളായി വന്ന അത്യുഗ്രന ഷടാത്യങ്ങളും അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടും ദിവ്യാഭരണ സമ്പന്നനായി 10 ദിക്കും നിറഞ്ഞോരു കാന്ത്യാനിജഹസ്തങ്ങളും പരിഗ്രഹ്യ രത്നങ്ങളും മിത്രസ്ഥനായി രാമപാദാന്തികെ വെച്ചു സത്രപം ദണ്ഡ നമസ്കാരവും ചെയ്തു രക്താന്തലോചനാനിയ രാമനെ ഭക്യാവണങ്ങി സ്തുതിച്ചാൻ പലതരം ത്രാഹിമാം ത്രൈലോക്യപാലക ത്രാഹിമാം വിഷ്ണോ ജഗൽപദേ ത്രാഹിമാം പൗലസ്ത്യനാശന ത്രാഹിമാം രാമാരമാപദേ ആദികാലേ തവ മായാഗുണവശാൽ ഭൂതങ്ങളെ ഭവാൻ സൃഷ്ടിച്ചതു നേരം സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിന്തിരുവടി സൃഷ്ടിച്ചിതേറ്റം ജഡസ്വഭാവങ്ങളായി കഷ്ടവിതാക്കു നീക്കാവൂ തവ മതം പിന്നെ വിശേഷിച്ചതിലും ജഡത്വമായി തന്നെ ഭവാൻ പുനരെന്നെ നിർമ്മിച്ചതും മുന്നേ ഭവൻ നിയോഗ സ്വഭാവത്തെ ഇന്ന് അന്യതാ കർത്തുമാരുള്ളതു ശക്തരായി താമസോത്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലമായി തന്നെ വരൂ വിഭോ താമസമല്ലോ ജഡത്വമാകുന്നതും കാമലോപാധികളും താമസഗുണം മായാരഹിതനായി നിർഗുണനായ നീ മായാഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജനമാനായി ചമഞ്ഞു ഭവാൻ കാരണപുരുഷനായി ഗുണമാവുമായി അപ്പോൾ വിരാട്ടിങ്കൽ നിന്നു ഗുണങ്ങളാൽ ഉത്പന്നരായതു ദേവാദികൾ തഥാ തത്ര സത്വത്തിങ്കൽ നിന്നല്ലോ ദേവകൾ തദ്രജോ ഭൂതങ്ങളായി പ്രശേജാദികൾ
തത്തമോത്ഭൂതനായി ഭൂതവതിത്താൻ ഉത്തമ പുരുഷ രാമാദയാവിധേ മായയാച്ഛന്നനായി ഹീരാമനുഷ്യനായി മായാഗുണങ്ങളെ കൈക്കൊണ്ട നാരദം ദുർഗുണനായി സദാചിന്തനായൊരു നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ മോഷകനാം നിന്തിരുവടി തന്നെയും മൂർഖനാം ഞാൻ എങ്ങനെ അറിഞ്ഞിടുന്നു മൂർഖജനങ്ങൾക്കു സന്മാർഗ പ്രാപകമോർത്തി പ്രഭൂണാം ഹിതം ദണ്ഡമായതും ദുഷ്ടപശൂനാം യഥാ ലിഖുണം തഥാ ദുഷ്ടാനുശാസനം ധർമ്മം ഭവാദൃശാം ശ്രീരാമദേവം പരം ഭക്തവത്സലം കാരുണപൂരുഷം കാരുണ്യസാഗരം നാരായണം ശരണ്യം പുരുഷോത്തമം ശ്രീരാമമീശം ശരണം ഗതോസ്മി ഞാൻ രാമചന്ദ്രാഭയം ദേഹി മേ സുന്ദരം രാമാലങ്കാമാർഗമാശൂദാമിതേ ഇത്തം മണങ്ങി സ്തുതിച്ച വരുണനോടുത്തമ പുരുഷൻ താനുമരുൾ ചെയ്തു ബാണം മദീയ മോഹമതിന്നിഹ വേണമൊരു ലക്ഷ്യമെന്തതിനുള്ളതും പാട്ടമില്ലാതൊരു ലക്ഷ്യമതിന്നു നീ കാട്ടിത്തരേണമെനിക്കു വാരാന്നിതേ അർണവനാഥനും ചൊല്ലിനാൻ അന്നേരം അന്യൂനകാരുണ്യ സിന്ധോ ജഗൽപദേ ഉത്തരസ്യാം ദിശീമത്തിരഭൂതലേ ചിത്രദ്രുമകുല്യദേശം സുഭിഷദം തത്ര പാപാത്മാക്കളുണ്ടു നിശാചരരെത്രയും വാരമുപദ്രവിച്ചിടുവോ വേഗാൽ അവിടേക്ക് ഐക്യബാനന്ദവലോകോപകാരമാകും അതു നിർണയം രാമനും ബാണമയച്ചാൻ അതു നേരം ആമയം തേടിയിടുമാധീരമണ്ഡലം എല്ലാം ഒടുക്കി വേഗേന ബാണം പോന്നു മെല്ലവേ തൂവീരവും ബുക്കിതാതരാൽ ആധീരമണ്ഡലമൊക്കെ നശിക്കാൻ ശോഭനമായി വന്നു കൽപ്രദേശം തഥാ കൽക്കൂലദേശവും അന്നു തൊട്ടെത്രയും മുഖ്യജനപദമായി വന്നിതെപ്പോഴും സാഗരം ചൊല്ലിനാൻ സാദര അന്നേരമാകുലമെന്നിയെ മജ്ജലേ സത്തരം സേതുബന്ധിക്കൻ നളനാം കബീവരൻ ഏതുമവനൊരു ദണ്ഡമുണ്ടായി വരാ വിശ്വകർമാവിൻ മകനവനാകയാൽ വിശ്വശില്പക്രിയാ തൽപരനെത്രയും വിശ്വദുരിതാപഹാരിണിയായി തവ വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും വർദ്ധിക്കും എന്നു പറഞ്ഞു തൊഴുകുടൻ അബ്ദിയും മെല്ലെ മറഞ്ഞരുളീടിനാൻ സന്തുഷ്ടനായൊരു രാമചന്ദ്രൻ തഥാ ചിന്തിച്ചു സുഗ്രീവ ലക്ഷ്മണന്മാരോടും പ്രാജ്ഞനായിടും നളനെ വിളിച്ചുടൻ ആജ്ഞയെ ചെയ്തിരു സേതുബൻ സംബന്ധനെ സൽക്ഷണേ മർക്കട മുഖ്യനാകും നളൻ പുഷ്കരനേത്രനെ വന്ദിച്ചു സത്വരം പർവ്വതതുല്യ ശരീരികളാകിയ ദുർവാര വീര്യമെന്ന കവികളും സർവദിക്കിങ്കലം നിന്നു സരഭസം പർവ്വതപാഷാണപാദവജാലങ്ങൾ കൊണ്ടുവരുന്നവ വാങ്ങിത്തരുതരെ കുണ്ടവിഹീനം പടുത്തു തുടങ്ങിനാൻ നേരെ സതയോജനയായുടൻ 2 യോജന വിസ്താരമാം വണ്ണം ഇത്തം പടുത്തു തുടങ്ങും രാമഭദ്രനാം ദാശരഥി ജഗദീശ്വരൻ വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരം എന്ന നാമമരുൾ ചെയ്തു ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപരഹരായ ലോകഹിതാർത്ഥമായി പൂജിച്ചു വന്ദിച്ചു ഭക്ത്യാ നമസ്കൃത്യ രാജീവലോചനനേവമരുൾ ചെയ്തു യാതൊരു മർത്യനിവിടെ വന്നാദരാൽ സേതുബന്ധം കണ്ടു രാമേശ്വരനെയും ഹത്യാഭരിക്കുന്നിതപ്പോൾ അവൻ ബ്രഹ്മഹത്യാദിപാപങ്ങളോട് വേർപെട്ടതി ശുദ്ധനായി വന്നുകൂടുന്ന മാനുഗ്രഹാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം സേതുബന്ധത്തിങ്കൽ മജ്ജനവും ചെയ്തു ഭൂദേശനാകിയ രാമേശ്വരനെയും കണ്ടു വണങ്ങി പുറപ്പെട്ടു ശുദ്ധനായി കുണ്ടത വൈകിട്ടു വാരണാസി വെക്കു ഗംഗയിൽ സ്നാനവും ചെയ്തു ഉദിതശ്രമം ഗംഗാസലീലവും കൊണ്ടുവന്നാദരാൽ രാമേശ്വരൻ അഭിഷേകവും ചെയ്തതാ ശ്രീമത് സമുദ്രേ കളഞ്ഞു തൽഭാരവും മജ്ജനം ചെയ്യുന്ന മർത്യനെന്നോട് സായുജ്യം വരുന്നതിനില്ലൊരു സംശയം എന്നരുൾ ചെയ്തിരു രാമൻ തിരുവടി നന്നായി തൊഴുതു സേവിച്ചിതെല്ലാവരും വിശ്വകർമാത്മജനാം നളനും പിന്നെ വിശ്വാസമോടു പടുത്തു തുടങ്ങിനാൽ വിദ്രുത മാതൃഭാഷാണതരുക്കളാൽ അതിനെ തീർന്നു 14 യോജന തീർന്നിത് 20 യോജന പിറ്റേന്നാൾ 3-ാം ദിനം 21 യോജന 4-ാം ദിനം 22 23 5-ാം ദിനം 5 നാൾ കൊണ്ട് ശതയോജനയാക്തം ചഞ്ചലമെന്നിയെ തീർന്നോരനന്തരം സേതുവിന്മേലെ നടന്നു കവികളും ആതങ്കഹീനം കടന്നു തുടങ്ങിന മാരുതി കണ്ടേ കരേറിരൂത്തമൻ താരേ കണ്ടേ സുമിത്രാതനേനും ആരുണ്യ ചെന്നു സുബേരാജലമുകളേർന്നാർ വാനരസേനയോടും ദ്രുതം ലങ്കാപുരാലോ ലോകനാശയാരാഘവൻ
ശങ്കാവിഹീനം സുബേലാജലോകരി സംപ്രാപ്യ നോക്കിയ നേരത്തു കണ്ടിതു ജംഭാരിതൻ തുരിക്കൊത്ത ലങ്കാപുരം സ്വർണമയം അധ്വജപ്രകാര തോരണപൂർണം മനോഹരം പ്രാസാദ സങ്കുലം കൈലാസ ശൈലേന്ദ്ര സന്നിഭ ഗോപുരജാല ഹരിഹശതീ സമന്വിതം പ്രാസാദമൂർധനി വിസ്തീർണദേശേ മുദാ വാസവതുല്യ പ്രഭാവേന രാവണൻ രത്നസിംഹാസനെ മന്ത്രിഭി സങ്കുലെ രത്നദണ്ഡാതപത്രൈരുപശോഭിതേ ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും ബാലത്തരുണിമാരെ കൊണ്ടു വീയിച്ചു നീലശൈലാപം ദശകിരീടോജ്വലം നീലമേഘോപമം കണ്ടു രഘൂത്തമൻ വിസ്മയം കൈക്കൊണ്ടു മാനിച്ചു മാനസേ സസ്മിതം മാനരന്മാരോട് ചൊല്ലിനാൻ മുന്നേ നിബദ്ധനായോരു സുഖാസുരൻ തന്നെ വിരവോടയക്കാമടിയാതെ ചെന്നു ദശഗ്രീവനോട് ഒന്നൊഴിയാതെ അറിയിക്ക വൈകാതെ എന്നരുൾ ചെയ്തതു കേട്ടു തൊഴുതവൻ ചെന്നു ദശാനനൻ തന്നെ വണങ്ങിനാൻ. വാനേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചഭിമാനം വിരോധം പറ്റിയാലോ തവ ഹീനഭാവം കരട്ടിയിടുവാൻ കാരണം മാനസവേദം കളഞ്ഞു ചൊല്ലിയിടോ രാത്രിഞ്ചരേന്ദ്രോക്തി കേട്ടു സുരൻ പല പരമാസം രാജപ്രവരാജയ മോക്ഷോപദേശമാർഗേണ ചൊല്ലിയിടുവാൻ ചെന്നൊരന്തരമെന്നിയെ ഞാൻ തവവാക്യങ്ങൾ ചെന്ന നേരത്തവരെന്നെ പിടിച്ചുടൻ കൊന്നുകളവാൻ തുടങ്ങും ദശാന്തരൻ രാമരാമ പ്രഭു പാടി പാടീതി ഞാൻ ആമയം കൊണ്ടു കരഞ്ഞനാഥം കേട്ടു ദയാപരൻ വാനരന്മാരുമായി ചരതുകൊണ്ടു ഞാനും ഭയം വീണുന്നില്ലേ നടന്നുടൻ വാനര സൈന്യമെല്ലാം കണ്ടുപോന്നിതു മാനവ വീരനയാസാഗരം പിന്നെ രഘുത്തമൻ എന്നോട് ചൊല്ലിനാൻ ചെന്നു നീ രാവണൻ തന്നോട് ചൊല്ലുക സീതയെ നൽകിയിടുന്നു അല്ല ഏതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക രണ്ടിലും ഒന്നുഴറി ചെയ്തു കൊള്ളണം രണ്ടും കണക്കെനിക്കെന്ന് പറയണം എന്തു ബലം കൊണ്ട് സീതയെ കണ്ടുകൊണ്ട് അന്ധനായി തോന്നിയിരുന്നു കൊണ്ടു ഭഗവാൻ ഓരോ മിഥുന ബലമെങ്കിൽ എന്നോട് പോരിനായി കൊണ്ടു പുറപ്പെടുവാസുമേ ഗംഗാപുരവും നിശാസുരസേനയും ഗംഗാവിഹീനന ശരങ്ങളെ കൊണ്ട് ഞാൻ ഒക്കെ കൂടി കൊടുത്തുള്ളിൽ വന്നങ്ങ് പൂക്കൊരുമാശോദിടുവാൻ നക്തൻചരകുലശ്രേഷ്ഠൻ ഭവാനൊരു സത്തനെന്നാകെ പുറപ്പെടുവാസുമേ എന്നരുളി ചെയ്തിരുന്നരുളിയിടിനൻ നിങ്ങളുടെ സോദരൻ തന്നോട് കൂടവേ സുഗ്രീവ ലക്ഷ്മണന്മാരോട് വന്നിട്ട് നിരീപ്പാനായി ഭവന്തം രണാങ്കനെ കണ്ടുകൊണ്ടാലും അസംഖ്യം ബലം ദശ കണ്ട പ്രഭു കവി പാലിതം പർവ്വത സന്നിപന്മാരായ വാനരൂർത്തി കുലിങ്ങവേ ഗർജനവും ചെയ്തു സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർവം കലർന്നു നിൽക്കുന്നതു നിർഭയം സംഖ്യയുമാർക്കും ഗണിക്കാവതല്ല സംഖ്യാവതാരവരനായ കുമാരനും പൂങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക ഗംഗാപുരത്തെയും നോക്കി നോക്കി ദുഃഖം ശങ്കാവിഹീനം മലറി നിൽക്കുന്നവർ 1000 പടയോടും തിരുവുക്കളെ ോടുവാൽപ്പൊങ്ങിച്ചു കാലനം ജപിച്ചു മണ്ടും അവനോടു നീലനാം സേനാപതി സജീനന്ദനൻ അംഗതനാകും ഇളയ രാജാവതി അങ്ങേതോ പത്മശർക്കര സമപ്രവൻ കൊണ്ടുപോയി തച്ചുതച്ചങ്ങനെ ബാലിതൻ നന്ദന അദൃശം അദൃശ്യം ഗോപൻ നിൽക്കുന്നതാത്മജൻ തൽപുത്രകാല കല്യാണചന്ദ്രപ്രിയൻ സുഗ്രീവനോട് പറഞ്ഞു നിൽക്കുന്നവൻ സമപ്രവൻ രംഭനങ്ങേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ രംഭനായുള്ള ശരവൻ മഹാബലൻ മൈന്ദനങ്ങേതവൻ വിവിധനം വൈദ്യനന്ദനന്മാരല്ലോ സേതുകർത്താവാനളനടിനങ്ങേതു ബോധമേറ്റം വിശ്വകർമാവ് തന്മകൻ ചാരൻ പനസൻ മുകുതൻ ഗിരിധനം ഗീതൻ
പ്രഭൻ വിഘടൻ വിശാലനം മാരുതിതൻ പിതാവാക്കിയ വീഴരി സൂര്യനായിടും പ്രമാതി സദബലി സാരന ജാമ്പവാനും ഏകദർശിയും വീരൻ ഗജനം ഗവയംഗവാസനം ശുക്രൻ ഗതിമുഖൻ ജ്യോതിർമുഖനതി കോരൻ മുഖനും ദുമുഖൻ കോമ്പൻ ഇത്യാദി വാനരനായകന്മാരെ ഞാൻ പ്രത്യേകം അങ്ങനെ ചൊല്ലുന്നതും പ്രഭു. ഇത്തരം വാനരനായകന്മാരായ 67 കോടിയുള്ളതറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞു 1011 വള്ളം പടയുമുള്ളതവർക്കല്ല. ദേവാലികളെ ഒടുക്കുവാനായി വന്ന ദേവാംശ സംഭവന്മാരേവരും ദേവാംശസംഭവന്മാരവരേവരും ശ്രീരാമദേവനും മനുഷ്യനല്ലാതെ നാരായണനാഥനൻ പുരുഷോത്തമൻ സീതയാകുന്നത് യോഗമായ ദേവി സോദരൻ ലക്ഷ്മണനായ ധനന്ധനം ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാരെന്നറിയ വഴി പോലെ വൈരമവരോട് സംഭവിച്ചിടുവാൻ കാരണമെന്നതോർക്കുന്നി മാനസെ പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാസുഭവിക്കും എല്ലാവനും പഞ്ചപഞ്ചാത്മക തത്വങ്ങളെ കൊണ്ട് സഞ്ചിതം പുണ്യഭാവങ്ങളാൽ ബന്ധമായി മാംസമേതാത്തി മൂത്രഫലങ്ങളാൽ സമ്മേളിതം അതിദുർഗന്ധമത്രയും ജ്ഞാനെന്ന ഭാവം അതിലുണ്ടായി വരും. ജ്ഞാനമില്ലാതെ ജനങ്ങൾക്ക് അതോർക്കനെ തന്തജടാത്മകമായ കായത്തിങ്കലന്തരാസ്താവിക്കുന്നതും ഭീമതാം യാതൊന്നു മൂലമായി ബ്രഹ്മഭക്യാദിയാം പാദകൗഹങ്ങൾ കൃതങ്ങളാകുന്നതും ഭോഗഭോക്താവായ ദേഹക്ഷണം കൊണ്ട് രോഗാദി മൂലമായി സംഹതിക്കുന്നിടം പുണ്യഭാവങ്ങളോടും ചേർന്നും ജീവന് വന്നുകൂടും സുഖദുഃഖബന്ധനവും ദേഹത്തെ ഞാനെന്ന് കൽപ്പിച്ച കർമ്മങ്ങൾ മോഹത്തിനാൽ അവസത്തേന ചെയ്യുന്നു. ജന്മമരണങ്ങളും അതുമൂലമായി സമൂഹിതന്മാർക്ക് വന്നു ലഭിക്കുന്നു. ശോഭജരാമരണാദികൾ നീക്കുവാനാകയാൽ ദേഹാഭിമാനങ്ങളെ തന്നെ ആത്മനാത്മാന കണ്ടുതടിക്കന്നെ ആത്മാവിനെ സ്മരിച്ചിടുക സന്തതമാത്മനി തന്നെ ലയിക്കുന്ന കേവലം വസ്തുക്കളിൽ ശക്തി കളഞ്ഞു വിരക്തനായി വാഴുക. സൂര്യകാലസ്വാദി ദേഹങ്ങളിലാകിലും ഭോഗം നരഭാദികളിലും ഉണ്ടല്ലോ. ദേഹം വിദേഹാര്യമായതും പ്രാപിച്ചത സാധന്ത പിന്നെ നിജത്വവും വന്നിതു കർമ്മപൂർവമത്തെ ഭാരതഖണ്ഡത്തിന്റെ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചിരുന്ന പിന്നെ ഉണ്ടാകുന്നു ഭോഗത്തിലാഗ്രഹം. കന്യനായുള്ളവനോദേ അവലസ്യ പുത്രനാം ബ്രാഹ്മണാജ്യൻ ഭവൻ കൈലോക്യസമ്മതൻ ഘോരതബോധനൻ എന്നിരിക്കേതൊരു രത്നാനിയെ പോലെ പിന്നെയും രോഗാഭിലാഷമെന്തിങ്ങനെ ഇന്നു തുടങ്ങിയ സമസ്ത സംഘങ്ങളിൽ നന്നായി പരിചരിച്ചിടുക. മാനത്തെ രാമനെ തന്നെ സമാശ്രയിച്ചിടുക. രാമനാകുന്നതാത്മാഭരനദ്വയൻ സീതയെ രാമനെ കൊണ്ടുകൊടുത്തു അനുസരനായി ഭവിക്കുന്നേ. സർവപാപങ്ങളിൽ നിന്നും വിമുക്തനായി ദിവ്യമാ വിട്ടുലോകം ഗമിക്കായി വരും. അല്ലാതെ കീഴ്പോട്ട് പോയി ചൊല്ലും നരകത്തിലൊരു സംശയം. നല്ലതത്രേ ഞാൻ ഇനവോ പറഞ്ഞതു നല്ല ജനത്തോടും ചോദിച്ചുകൊള്ളോ. രാമരാമേതി രാമേതി ജപിച്ചുകൊണ്ട് ആമയം വിട്ടു സാധിക്കും മോക്ഷവും. ആമയം വേറിട്ടു സാധിക്കും മോക്ഷവും. ശാസംഗമത്തോട് രാമചന്ദ്രൻ ഭക്തവത്സരം ലോകശരണ്യം ശരണതം ദേവം മരതകാന്തികാന്തം രാമസേവിതം ചാപബാണായുധം രാഘവം സുഗ്രീവസേവിതം ലക്ഷ്മണ സംയുധം രക്ഷാനുഗുണം വിഭൂഷണ സേവിതം ഭക്തിയ നിരന്തരം ധ്യാനിച്ചു കൊള്ളിലെ മുക്തി പറഞ്ഞിടുമതി നിന്റെ സംശയം ഇതം സുഖവാക്യമൻ അജ്ഞാനനാശിന ശത്രു ക്രോധസ്വത്വാദശനായി ദത്തനായി പോകും സുഖനെന്ന് തോന്നുന്ന അത്യന്ത രോഷേണ നോക്കിയുടെ ചെയ്ത ായുള്ള നീ ആചാര്യനെ പോലെ നിഷ്ഠുവം ചെൽവാനന്ദ കാരണം പണ്ടും ചെയ്ത ഒരു ഉപകാരമൊക്കെ കാരുണ്യം എനിക്കത് കൊണ്ട് ഞാൻ ഇന്ന് കൊള്ളുന്നതില്ലെന്ന് കൽപ്പിച്ചതൻ മുൻപിൽ നിന്ന് സുമറയത്ത്
കേട്ടവർ തന്നെ കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ടു പൊറുക്കാൻ സമയവും എനിക്കില്ല. എന്നുടെ മുൻപിനേക്കാൾ ക്ഷണനിൽപ്പിലോ വന്നുകൂടും മരണം നിനക്കൊന്നുമേ എന്നതു കേട്ട് പേടിച്ച് കുറച്ചവൻ ചെറുപ്പം മന്ദിരം നേടിനാൻ. ബ്രാഹ്മണശ്രേഷ്ഠൻ പുരാശുകൻ നിർമ്മലൻ ബ്രാഹ്മണ്യവും പരിപാലിച്ചു സന്തതം കാനനത്തിങ്കൽ വാനപ്രസ്ഥനായി മഹാജ്ഞാനികളെ പ്രധാനിത്വവും കൈകൊണ്ട് ദേവകൾക്ക് അഭ്യുദയാർത്ഥമായി നിത്യവും ദേവാരികൾക്ക് വിനാശത്തിനായിക്കൊണ്ടും യാഗാദി കർമ്മങ്ങൾ ചെയ്തുമേ വീടിനാൻ യോഗം ധരിച്ച് പരബ്രഹ്മനിഷ്ഠയാം വൃന്ദാരകാഭ്യുദയാർത്ഥ്യായി രാക്ഷസനിതാപരനായി മരുകുന്ദശാന്തരി നിർജ്ജര വൈരീകുലശ്രേഷ്ഠനാകിയ ഭദ്രദംശൻ മഹാദുഷ്ടൻ നിശാചരൻ എന്തെന്നു നല്ലു സുഖാപകരണത്തിന് നന്ദരവും പാർത്തിരിക്കും വിധവും കുംഭോത്ഭവനാം അഗസ്ത്യൻ സുഖാസമേ സംപ്രാപ്തനായി ഒരു ദിവസം ബലാൽ ശംഭൂജിതനാം അഗസ്ത്യ തപോധനൻ സംബോധനാർത്ഥം നിബന്ധിതനാകയാൽ സ്നാതു ഗതേ മുനൗ കുംഭോത്ഭവേ തഥാ യാതുദാനാധിപൻ വജ്രദംശാസുരൻ അഗസ്ത്യ രൂപം ധരിച്ചന്തരാൻ ചൊന്നാൻ ശിവനോട് മന്ദഹാസന്നിധം ഒട്ടുനാളുണ്ട് മാംസം കൂട്ടിയുണ്ടിട്ട് മിഷ്ടമായി ഉണ്ണേണമെന്നു നമുക്കിടോ ശാകമാംസം വേണമല്ലോ കരി മമ ത്യാഗിയല്ലോ ഭവൻ ബ്രാഹ്മണ സത്തമൻ എന്നളവേശുകൻ പത്നിയോടുന്തതാ ചൊന്നാനതങ്ങനെ എന്നവളും ചൊന്നാൻ. മധ്യേ സുഖഭക്തി വേഷം ധരിച്ചവൻ ചിത്തമോഹം വളർത്തിയിടാൻ മായ മധ്യമാംസം വിളമ്പിക്കൊടുത്തമ്പോട് തത്രൈവ ഭദ്രതൻ തന്മറഞ്ഞിടിനാൻ. മധ്യമാംസം കണ്ട് മൈത്രാവരുണിയും വൃദ്ധനായി ക്ഷിപ്രം ശുവനെ ശപിച്ചത് മധ്യരെ ഭക്ഷിച്ചു രാക്ഷസനായി നീ പൃഥ്വിയിൽ വാഴുക മത്തപോ വൈഭവാൽ. ഇത്തം ശപിച്ചത് കേട്ടു ശുഗൻ താനും എത്രയും ചിത്രമിതെന്തൊരു കാരണം മാംസോത്തരം ഭുജിക്കണം എനിക്കെന്ന് ശാസന ചെയ്തതും മറ്റാരുമല്ലല്ലോ. പിന്നെ അതിന് കോപിച്ചു ശപിച്ചത് എന്നുടെ ദുഷ്കർമ്മം എന്നേ പറയാവൂ. ചൊല്ലെന്തു പറഞ്ഞത് നീ സഖേ നല്ല വൃത്താന്തം ഇതെന്നോട് ചൊല്ലണം എന്നതു കേട്ട് ശുഗനും അഗസ്ത്യനോട് അന്നേരം ആശുസത്യം പറഞ്ഞിടിനാൻ. മജ്ജനത്തിന് എഴുന്നള്ളിയ ശേഷം ഈ ദീക്ഷണത്തോട് വീണ്ടും വന്നരുൾ ചെയ്തു വ്യഞ്ജനം മാംസസമന്വിതം വേണമെന്നഞ്ചസ ഞാനതു കേട്ടിതു ചെയ്തതും. ഇത്തം സുഭക്തികൾ കേട്ടോരഗസ്ത്യനം ചിത്തേ മുഹൂർത്തം വിചാരിച്ചരുളിനാൻ. വൃത്താന്തം ഉൾക്കാമ്പ് കൊണ്ട് കണ്ടോരളവും താപമോടരുൾ ചെയ്താനഗസ്ത്യനും വഞ്ചിതന്മാരായ വയം വധ യാമിനി സഞ്ചാരികൾ ഇതു ചെയ്തതു നിർണയം ഞാനും അതിമൂഢനായ ചമഞ്ഞേൻ ബലൽ ഊനം വരാ വിദിതൻ മതമെന്നുമേ മിഥ്യമായി വന്നുകൂടാ മമ ഭാഷിതം സത്യപ്രധാനനല്ലോ നീയുമാകയാൽ നല്ലത് വന്നുകൂടും മേലിൽ നിർണയം കല്യാണമായി ശാപമോക്ഷവും നൽകുവാൻ. ശ്രീരാമഭക്തിയെ രാവണൻ കൊണ്ടുപോയി രാമസീമനി വെച്ചുകൊള്ളും ദൃഢം രാവണഭൃത്യനായി നീയും വരും ചിരം കേവലം നീ അവനിഷ്ഠനായും വരും. രാഘവൻ വാനരസേനയുമായി ചെന്ന രാകുലമെന്നിയേ ലങ്കാപുരാന്തികെ നാലു പുറവും വളഞ്ഞിരിക്കുന്നവരം കാലം അവസ്ഥ അറിഞ്ഞു വന്നിടുവാൻ നിന്നെ അയക്കും ദശാനനും അന്നു നീ ചെന്നു വണങ്ങുക രാമനെ സാദരം. പിന്നെ വിശേഷങ്ങളൊന്നൊഴിയാതെ പോയി ചെന്ന് ദശമുഖൻ തന്നോട് ചൊല്ലുക രാവണനാത്മതത്വോപദേശം ചെയ്ത് ദേവപ്രിയനായി വരും പുനരാശു നീ. രാക്ഷസഭാവം അശേഷം ഉപേക്ഷിച്ചു സാക്ഷാൽ ദ്വിജത്വവും വന്നുകൂടും ദൃഢം. ഇത്തം അനുഗ്രഹിച്ച് കലശോത്ഭവൻ സത്യന്തബോധനവാക്യം മനോഹരം. ചാരനായി ഒരു ശുഗൻ പോയനന്തരം ഘോരണം രാവണൻ വാഴുന്ന മന്ദിരേ വന്നിരു രാവണമാതാവ് തൻ പിതാ ഖിന്നനായി രാവണനെ കണ്ടു ചൊല്ലുവാൻ. സൽക്കാരവും കുശലപ്രശ്നവും ചെയ്ത് രക്ഷോവരനും ഇരുത്തിയതോജിതൻ കൈകസീതാതൻ മതീമാൻ വിനീതമാൻ കൈകസി നന്ദനൻ തന്നോട് ചൊല്ലിനാൻ. ചൊല്ലുവാൻ ഞാൻ തവ നല്ലത് പിന്നെ നീ എല്ലാം നിനക്കൊത്തവണ്ണം അനുഷ്ഠിക്കാം. ദുർനിമിത്തങ്ങൾ ഈ ജാനകി ലങ്കയിൽ വന്നതിൽ പിന്നെ പലതുണ്ടു കാണുന്നു.
കണ്ടില്ലയോ നാശഹേതുക്കളായി ദശകണ്ഠ പ്രഭോ നീ നിരൂപിക്ക മാനസേ. ദാരുണമായി ഇടിവെട്ടും നിതന്നഹം ചോരയും പെയ്യുന്നതു ഉഷ്ണമായത്രയും ദേവലിംഗങ്ങൾ ഇളകി വിയർക്കുന്നു ദേവിയങ്കാളിയും ഘോരദ്രഷ്ടാനിതം. നോക്കുന്ന ദിക്കിൽ ചിരിച്ചു കാണാകുന്നു ഗോക്കളിൽ നിന്നു ഖരങ്ങൾ ജനിക്കുന്നു. മൂഷികന്മാർദ്ധാരനോട് പിണങ്ങുന്നു രോഷാൽ നകുലങ്ങളോടും വണ്ണമേ. പന്നകജാലം കരുണനോടും തഥാ നിന്നിരുത്തിയിടാൻ തുടങ്ങുന്നു നിശ്ചയം. മുണ്ടനാം ഏറ്റം കരാള വികടനായി വർണ്ണവും പിങ്കല കൃഷ്ണമായി സന്തതം. കാലനെയുണ്ടു കാണുന്നതെല്ലാടവും കാലമാപത്തിനുള്ളോ നിർണയം. ഇത്തരം ദുർനിമിത്തങ്ങൾ ഉണ്ടായതിനത്രൈവ ശാന്തിയെ ചെയ്തു കൊള്ളേണമേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവാനേതുമേ സംശയമെന്നിയെ സീതയെ കൊണ്ടുപോയി രാമപാതേ വച്ച് വന്ദിക്ക വൈകാതെ. രാമനാകുന്നത് വിഷ്ണുനാരായണൻ വൈ. വിദ്വേഷമെല്ലാം തിരിച്ചു ഭരിച്ചുകൊള്ളു അദ്വയനം പരമാത്മാനദ്വയം. ശ്രീരാമപാദബോധം കൊണ്ടു സംസാരവാരിയെ കടക്കുന്നു യോഗികൾ. ഭക്തി കൊണ്ടന്തകരണവും ശുദ്ധമായി മുക്തിയെ ജ്ഞാനികൾ സിദ്ധിച്ചുകൊള്ളുന്നു. ദുഷ്ടനാം നീയും വിശുദ്ധനാം ഭക്തി കൊണ്ട് ഒക്കുമേ കാലം കളയാതെ കണ്ടു നീ. രാക്ഷസ വംശത്തെ രക്ഷിച്ചുകൊള്ളുക സാക്ഷാൽ മുകുന്ദനെ സേവിച്ചുകൊള്ളുക. സത്യമത്രേ ഞാൻ പറഞ്ഞതു കേവലം സത്യം നിനക്കിതു എന്തിഷ്ടമാനസേ. സാന്ത്വനം പൂർവം ദശമുഖൻ തന്നോട് ശാന്തനാം മാന്യരാം വംശഋഷാത്തമാൻ ചൊന്നതോ കേട്ടു പോരാഞ്ഞു ദശമുഖൻ. പിന്നെയും മാല്യവാൻ തന്നോട് ചൊല്ലിനാൻ. മാനവനായ കൃപാണനാം രാമനെ മാനസേ മാനിപ്പതിനെന്തു കാരണം. മർക്കടാലംഘനം നല്ല സാമർത്ഥ്യമെന്നുൾക്കാൻ വിലോക്കും ജലനത്രയും. രാമൻ നിയോഗിക്കയാൽ വന്നിരുന്നോടു സാമപൂർവം പറഞ്ഞു ഭവാൻ നിർണയം. നേരത്തെ പോയാലും ഇനിവേ മുന്നാൾ ചാരത്തു ചൊല്ലിയിടുന്നുള്ളു നിർണയം. വൃതൻ ഭവാനിധി സ്നിഗ്ധനാമിത്രമിത്യാർത്ഥികൾ ഒത്തികൾ കേട്ടാൽ കുറുക്കുകൂടാതിടം. ഇത്തം പറഞ്ഞ മാത്യന്മാരുമായി ദശപത്രനും പ്രാസാദീകരേനായി. വാനരാസേനയും കണ്ടകമീ ബഹുമാനവും കൈക്കൊണ്ടിരിക്കും ദശാന്തരേ. യുദ്ധത്തിനായി രജനീചര വീരരേ സത്വരൻ തത്ര വരുത്തി വാഴും വിധോ. രാവണനെ കണ്ടു കോപിച്ചു രാഘവൻ ദേവനും സൗമിത്രിയോടുവിൽ വാനിനാൻ. 10 കിരീടവും കൈകളിലൂകളും വൃത്തനോടത്തെ ശൗര്യവും 10 കിരീടങ്ങളും കുടയും നിമീഷാർദ്ധേന കണ്ടിച്ചു നേരത്തു രാവണൻ നാമിച്ചു താഴത്തിറങ്ങി ഭയം കൊണ്ട് ബാണത്തിൽ നോക്കിച്ചിരിച്ചിടിനാൻ. മുഖ്യപ്രഹസ്ത പ്രമുഖ പ്രവരന്മാർ ഒക്കവേ വന്നു കുരുതാരനന്തരം. യുദ്ധമേറ്റിടുവാൻ കോട്ടയിൽ പൂക്കടച്ചു അത്യന്ത വിദ്യാവസിക്കയിൽ അത്ര നാം. പെരി മൃദംഗരകാപനവാനക ദാരുണാഗോംഗാദ്യങ്ങളും വാരണാശേഷാഷ്ട ശൈരീരസ്യന്ദന മുഖ്യയാനങ്ങളിൽ. ഖഡ്ഗശുലേഷ ശാപപ്രസാദോമര മൽഗുരയഷ്ടി ശക്തി ചിച്ചുരീകാദികൾ ഹസ്തേ ധരിച്ചുകൊണ്ടസ്തവിദ്യാജവം. യുദ്ധസാന്നിധ്യ സന്നദ്ധരായുദ്ധബുദ്ധിയോ അധികൾ ഉർവിയും ദക്ഷണം. ഉദ്ധതമായിരുന്നു സത്യലോകത്തോടും വജ്രഹസ്രാശിയിൽ പുക്കാൻ പ്രഹസ്തനും. വജ്രദംഷ്ടൻ തഥാ ദക്ഷിണാദിക്കിൽ ദുശ്യാവനാരിയാം മേഘനാഥൻ തഥാ പശ്ചിമാഗോപുരദ്വാരീ പീഡിനാൻ. മിത്രവർഗാം ആത്യഭൃത്യ ജനത്തോടും ഉത്തരദ്വാരീ പുക്കാൻ ദശവക്രനും. നീലനും സേനയും പൂർവാദിപുരപുരേ ബാലിതനയനും ദക്ഷിണാഗോപുരേ വായുതനയനും. പശ്ചിമാഗോപുരേ മായാ മനുഷ്യനാം ആദിനാരായണൻ
മിത്രധനതനയ സൗമിത്രീ വിഭീഷണ ചിത്രസംയുക്തനായുക്തരാധിക്യം ചിത്രമുറപ്പിച്ചു രാഘവ രാവണ യുദ്ധം പ്രവൃത്തമായി വന്നു വിചിത്രമായി 1000 കോടി മഹാകോടികളോട് 1000 ശംഖങ്ങൾ 1000 പുഷ്പങ്ങൾ 1000 കൽപ്പങ്ങൾ 1000 ലക്ഷണങ്ങൾ 1000 ദണ്ഡങ്ങൾ 1000 കോടികൾ 1000 ത്വയാകര പ്രഭയങ്ങളെന്നിങ്ങനെ സംഖ്യകളോടു കലർന്ന കബീബലം ലങ്കാപുരത്തെ വളഞ്ഞാരതിദ്രുതം പൊട്ടിച്ചടർത്ത പാഷാണങ്ങളെ കൊണ്ടും മുഷ്ടികൾ കൊണ്ടും മസാലങ്ങളെ കൊണ്ടും മൂർവിരോഹം കൊണ്ടും മുർവീധരം കൊണ്ടും സർവതോ ലങ്കാപുരം തകർത്തിയിടിനാൽ കോട്ടാമതിയിലും കിടങ്ങി തകർത്തുടൻ വിളിച്ചെടുക്കും നേരം വൃഷ്ടി പോലെ ശരജാലം പൊഴിക്കയും വിട്ടുകൊണ്ടേറ്റു പിളർന്നു കിടക്കയും അസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾ ചക്രങ്ങൾ ശക്തികൾ ഊർധചന്ദ്രാകരമായുള്ള പത്രികൾ ഖഡ്ഗങ്ങൾ ശൂലങ്ങൾ കുന്തങ്ങളിൽ ഇട്ടികൾ മുൽഗുരാ പങ്ക്തികൾ വിദ്യപാലങ്ങളും ഗന്ധം കുശലങ്ങൾ വൃഷ്ടികൾ ചാമീകരപ്രഭ ശരഗ്നികൾ ഉഗ്രങ്ങളായുള്ള വജ്രങ്ങൾ ഇവ കൊണ്ടു നിഗ്രഹിച്ചിടിനാൻ നഗ്നജലന്ദ്രനും ആത്തി മുഴുത്തൂത ശാസ്ത്രവസ്ഥകൾ വ്യക്തൂർവനായ ചീടിന ശാർദൂലനാദിയാൻ രാത്രിഞ്ചരന്മാർ രാത്രിയിൽ ചെന്നാരവരും കവികളാൽ മർക്കടേന്ദ്രന്മാർ അറിഞ്ഞു പിടിച്ചടി ഉൾക്കടരോഷേവാൻ തുടങ്ങുമ്പോൾ ആതനാദം കേട്ടു രഘുവന് രാഘവനും കരുണാബുദ്ധ്യാകുരു കാനവേന്ദ്രൻ ചെന്നവരും സുഖ സാരണാരെ പോലെ ചെന്നരു കേട്ടു വിഷാദേന്ദ്രാവൻ മന്ത്രിച്ചുടൻ വിദ്യുതവുമായി ദശകന്ധരൻ മൈഥിലി വാഴൂമിടം രാമാശിരസും ധനസൂതനുടൽ രാമാക്ഷം നാലുമേരി രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ആയോധനെ കൊണ്ടുപോകുന്നു മായയാ നിർമ്മിച്ചു വെച്ചപ്പോൾ സത്യമെന്നോർത്തു വിലാപിച്ചു മോഹിച്ചു മുഖാങ്കി വീണു കിടക്കും ദശാന്തരെ വന്നൊരുടൂതൻ വിടവോട് രാവണൻ തന്നെയും കൊണ്ടുപോന്നീ നേരം വൈദേഹി തന്നോട് ചൊന്നാൽ സരമയും ഗേതമശേഷമകളീ എല്ലാം ചതിയെന്നു തേറിയിടിക്കൊക്കവേ നല്ലവണ്ണം വരും 4 നാളുള്ളിൽ സംശയം കല്യാണ ദേവദേവല്ലഭൻ കൊല്ലും ദശാസനെ നിർണയം ചിത്തം സമരാസരസ്യവാക്യം കേട്ടു ചിത്തം തെളിഞ്ഞിരിഞ്ഞിരുന്നാൾ സീതയും മംഗളദേവത വല്ലഭാജ്ഞാവാസ ലങ്കതൻ രാവണൻ തന്നോട് ചൊല്ലിനാൾ ഒന്നുകിൽ സീതയെ കൊണ്ടുവന്നെന്നടെ മുന്നിൽ അമ്മാറു വെച്ചിടുക വൈകാതെ യുദ്ധത്തിനാശു പുറപ്പെടുകയില്ലായകത്തൽ പൂണ്ടു ഉള്ളിൽ അടച്ചിരിക്കലും രാക്ഷസസേനയും ലങ്കാനഗരവും രാക്ഷസ രാജനാം നിന്നോടുകൂടവേ സംഹരിച്ചിടുവൻ ബാണമേതെന്നുള്ള സിംഹനാദം കേട്ടതല്ലിയോ രാവണ ജ്ഞാനാദഘോഷവും കേട്ടതില്ലേ ഭവൻ നാണം നിനക്കേതുമില്ലയോ മാനസ ഉത്തമതിശേപ വാക്കുകൾ കേട്ടതീ കൂതനായൊരു രാത്രിഞ്ച വീരനും വിദ്യാധിപുത്രനെ തനയനെ കൊല്ലുന്ന നക്തഞ്ചരാധിപന്മാരോട് ചൊല്ലിനാൽ ചെന്നു പിടിച്ച നിശാചര വീരരും കൊന്നു സുരത്തിയെറിഞ്ഞാൽ കവീന്ദ്രനും പിന്നയപ്രസാദവും തകർത്തിടിന മുന്നു കുതിച്ചങ്ങു വേഗേന പോയി മന്നവൻ തന്നെ തൊഴുതു വൃത്താന്തങ്ങൾ ഒന്നൊഴിയാതെ ഉണർത്തിന നങ്കതൻ പിന്നെ സുശേനൻ കുമുദൻ നളൻഗജൻ ധന്യൻ ഗവൻ ജവാശൻ മകിഴ്ചീരൻ എന്നിവരാദിയാം വാനരവീരന്മാർ ചെന്നു ചുഴന്നു കിടങ്ങും നിരത്തിനാൽ
കല്ലും മലയും മരവും ധരിച്ചാസു നില്ലെന്ന് പറഞ്ഞടുക്കും നേരം ബാണചാപങ്ങളും വാളും പരിചയം പ്രാണഭയം വരും വെൺമഴോ കുണ്ടവും ഗന്ധങ്ങളും മുസലങ്ങൾ ഗലങ്ങളും ഇണ്ടിപാലങ്ങളും ജലജാലവും ചക്രങ്ങളും പരിഘട്ടങ്ങളും ഈട്ടികൾ ശുക്ര കചകങ്ങളും മറ്റും നിത്യാദികൾ ആയുധമെല്ലാം എടുത്തു പിടിച്ചുകൊണ്ടായോ ധനത്തിനടുത്തരും വാരണനാദവും വാജികൾ നാദവും ചേരുകൾ നാദവും ജ്ഞാനദീനാദവും രാക്ഷസവും സിംഹനാദങ്ങളും ദൂഷതയേറും കവികൾ നിദാനവും തിങ്ങി മുഴങ്ങി പ്രപഞ്ചവുമെങ്ങുമിടതുറങ്ങും മറ്റൊലി കൊണ്ടത്രേ ജമ്പാരി മുമ്പാം നിലിംബരും കിന്നരകിംപുരശോകരാഗൃഹ സംഘവും ഗന്ധർവസിദ്ധി വിദ്യാധര ചരണ അത്യന്തരീശാന്തരെ സഞ്ചരിക്കും ജനം നാരദാനാദികളായ മുനികളും ഘോരമായുള്ള യുദ്ധം കണ്ടുകൊള്ളുവാൻ നാരികളോടും വിമാനയാനങ്ങളിൽ ആരോഗ്യ പുഷ്യതാന്തേ നിറഞ്ഞിരിനാർ തുംഗനാമാന്തരികത്തെ നേരമംഗതൻ തന്നോട് ജിന്നു കവീന്ദ്രനും സൂര്യനെ കൊന്നു തേരും തകർത്ത മേഘനാഥവും മറ്റൊരു തേരിനാൽ മാരുതി തന്നെ കൊണ്ടു ചാട്ടിരിനാൽ ധീരനാകും ജാമ്പുമാകി നിശാചരം സാരഥി തന്നോട് കൂടവേ മാരുതി തേരും തകർത്തവനെ കൊന്നതിനാൽ മിത്രതനയൻ പ്രഹസ്തനോടേറ്റ് മിത്രാരിയോടു വിഭീഷണ വീരനും നീലൻ നികുംബനോടേറ്റാൽ തവനനെ കാലപുരത്തിനയച്ചാൽ മഹാഗജൻ ലക്ഷ്മണനേറ്റാൽ വിരൂപാശനാടകർ ലക്ഷ്മീപതിയാം ലഘുത്തവൻ തന്നോറും ദശധ്വജാഗ്നി ധ്വജാതികൾ 10 പേർ തൽക്ഷണ പോൽ ചെയ്തു മുക്കാൽ സുരാളൻ വാനരന്മാർക്കു ജയം വന്നതന്നേരം ബാവുനവും വേരിതി തന്നിൽ വീണീടിനാൽ ഇന്ദ്രാത്മജാനാത്മജനോടേറ്റു തോറ്റുപോയി ഇന്ദ്രജിത്തമ്പരാൻ തന്റെ പറഞ്ഞിടിനാൽ നഗ്രാസ്ത്രമേതു മോഹിപ്പിച്ചിരുന്നു കഥ രാഘവന്മാരെയും വാനരന്മാരെയും വനകവികളെയും നരന്മാരെയും ഒന്നൊഴിയാതെ ജനിച്ചതിന്നവൻ വെന്നിലും പെരുമ്പറ കൊട്ടിച്ചു മേളിച്ചു ചെന്നു ലങ്കാപുരം തന്നെ വിരിനാൽ താപസവന്ദ്രിന്തവും ദേവസമൂഹവും താപം കലർന്നു വിഭീഷണ വീരം ആഹാ വിഷാദേന ദുഃഖ വിഷണരായി മോഹിതന്മാരായ മരുവും ദശാന്തരെ സപ്തദീപങ്ങളും സപ്താവർണങ്ങളും സപ്തജലങ്ങളും ഉത്ക്ഷോഭമാം വണ്ണം സത്വാശകോടി തേജോമയനായി സുവർണാദ്രി പോലെ ഭവനാശനാശനൻ അബ്ദിദേവാം വിദ്വാ സ്വപശയൂമോദ്ധല ലോകത്രയത്തോടതിദ്രുതം നാഗാരി രാമപാദം വണങ്ങിയിടിന നാഗാസ്ത്രബന്ധനം തീർന്നിരു ദർശന ശാഖാമൃഗങ്ങളന്മസ്തമുക്തരായി ശോകവും തീർന്നു തെളിഞ്ഞു വിളങ്ങിന ഭക്തപ്രിയനുദാ ഭക്ഷിപ്രവരനു ബദ്ധ സമോദനമനുഗ്രഹം നൽകിനാൻ കൂപ്പി ദുരിതനുവാദവും കൈക്കൊണ്ടു മേൽപോട്ടു പോയി മറഞ്ഞേടിനാൽ കാക്ഷിനും മുന്നേരിലും പല വീരവേഗങ്ങൾ കൂട്ടുന്നതന്മാരാം കപിവരന്മാരെല്ലാം മന്നവൻ തന്നെ യോഗേന മരങ്ങളും കുന്നും ശിലയുമെടുത്തെറിഞ്ഞേടിനാൽ വന്ന ശസ്തുക്കളെ കൊന്നു മാത്മജൻ മന്ദിരം പൂട്ടിരിക്കുന്നതിൽ മുന്നമേ വന്നാവരും നിന്നതെന്തൊരു വിസ്മയം നന്നെത്രയും എന്നെ പറയാവൂ ചെന്നിരിഞ്ഞിരുവിനെന്തൊരു ഘോഷമേ എന്നു ദശാനനൻ ചെന്നോരനന്തരം ചെന്നു ദൂരന്മാരെറിഞ്ഞു ദശാനനൻ തന്നോട് ചൊല്ലിന വിത്താന്തമൊക്കവേ വീരബലവേഗമിക്രമം നയിക്കൊണ്ടു സൂര്യാത്മജാതായികളായ പൂർവ്വദീപുകൾ ഹസ്തങ്ങൾ തോറുമലതാവും കൈക്കൊണ്ട് ഭിത്തിരങ്ങും തമ്മാങ്കത്തിന്മേൽ നിൽക്കുന്നോർ നാണമുണ്ടെങ്കിൽ പുറപ്പെടുകയാണുകളിലെന്നോർത്തു പറയുകയും കേട്ടതില്ലേ ഭവാൻ എന്നവർ ചൊന്നതു കേട്ടു ദശാസനും കോപേന ചൊല്ലിന മാനവന്മാരെയും ഏറെ മതമുള്ള വാനരന്മാരെയും കൊന്നൊടുക്കിയിടുവാൻ പോക ധൂമാശം പടയോടുകൂടവേ വേഗേന യുദ്ധം ജയിച്ചു വരീകനി ഇത്തമനുഗ്രഹം ചെയ്തേച്ചാനിതിൻ പൂതനാം ധൂമാശനും നടന്നിടിന ശശിവൈദു വാദ്യഘോഷത്തോടും പശ്ചിമ ഗോപുരത്തൂടെ പുറപ്പെട്ട
ും ബലശിവ വന്മഴു കന്തം കുന്തം ശരാസനം സ്ഥൂലം മുശലം പരിഗദ്ഗതാദികൾ കൈക്കൊണ്ട് വാരണ വാജി രഥങ്ങളിൽ ഉൾക്കരുത്തോളേറി രാക്ഷസവീരരും കല്ലും മരവും മലയുമായി പർവ്വതതുല്യ ശരീരികളായ കവികളും തങ്ങളിലേക്ക് പൊരുതു മരിച്ചുതൊക്കുമെന്നും മഹാവീരരായുള്ളവർ ചോരയുമാറായൊഴുകി പലവഴി ശൂരപ്രവരനാം മാരുതി ദക്ഷിണേ ഉന്നതമായൊരു കുന്നിൻ കൊടുകൂടി തന്നെ അടർത്തിയെടുത്തൊന്നെറിഞ്ഞിടിനാൻ തേരിൽ നിന്നാശുഗതയുമെടുത്തുടൻ പാരിലമ്മാറ ദുർനാക്ഷനും ചാടിനാൻ തേരും കുതിരകളും കൊടിയായത് മാരുതിക്കുള്ളിൽ വർദ്ധിച്ചതു കോപവും രാത്രിഞ്ചരെ ഒടുക്കി തുടങ്ങിനാൻ ആർത്തി മുഴുത്തതും കണ്ടു ദുർനാക്ഷനും മാരുതിയെ ഗത കണ്ടടിച്ചിടിനാൻ ധീരതയോടാ അതിനാകുലമെന്നിയെ പാരം വളർന്നോരു കോപവിവശനായി മാരുതി രണ്ടാമതൊന്നെറിഞ്ഞിടിനാൻ സുമ്രാക്ഷനേറുകൊണ്ട് കുമ്പർപുരത്തിങ്കൽ അമ്മാറ് ചെന്ന് സുഖിച്ചിടാൻ ശേഷിച്ച രാക്ഷസര കോട്ടയിൽ കുക്കിത് ഘോഷിച്ചതാങ്കനമാർ വിലാപങ്ങളും വൃത്താന്തമാഹന്ത കേട്ടു ദശാസിനും ചിത്തതാപത്തോടു പിന്നെയും ചൊല്ലിനാൻ വജ്രഹസ്താരി പ്രബലൻ മഹാബലൻ വജ്രദംശൻ തന്നെ കോപയുദ്ധത്തിനായി മാനുഷവാനകന്മാരെ ജയിച്ചഭിമാനകൃത്യാവരുകെന്നയച്ചീടിനാൻ ദക്ഷിണ ഗോപുരത്തൂടെ പുറപ്പെട്ട് ചക്രാത്മജാത്മജനോട് എതിർത്തിയിടിനാൻ ദുർനിമിത്തങ്ങളുണ്ടായവൻ അനാകൃത്യ ചെന്ന് കവികളോടേറ്റു മഹാബലൻ വൃക്ഷശിലാശൈലവൃഷ്ടി കൊണ്ടേറ്റവും രക്ഷോവരന്മാർ മരിച്ചു മഹാരണേ ഖഡ്ഗശാസ്ത്രാസ്ത്ര ശക്തിയാദികളേറ്റും അർക്കടന്മാരും മരിച്ചാരസംഖ്യമായി പത്തംഗയുക്തമായുള്ള പെരുമ്പട നക്തഞ്ചരന്മാർക്ക് നഷ്ടമായി വന്നിതു രക്തനദികൾ ഒഴിച്ചു പല വഴി നൃത്തം തുടങ്ങി കബന്ധങ്ങളും ബലാൽ താരേയനും വജ്രദംശനും തങ്ങളിൽ ഘോരമായേറ്റം വിണങ്ങി നിൽക്കും വിധവും വാളും പറിച്ചുടൻ വജ്രദംശൻ ഗളനാദം മുറിച്ചെറിഞ്ഞീടിനാനങ്കതൻ അക്കര കേട്ടാശു നക്തഞ്ചരാധിപൻ ഉൾക്കരുത്തേറും അകമ്പനൻ തന്നെയും വൻപടയോടുമയച്ചാണതു നേരം കമ്പമുണ്ടായതുമേതിനിച്ചന്നേരം ദുശ്ചവനാരി പ്രവന കമ്പനൻ അകമ്പനൻ പശ്ചിമഗോപുരത്തോടെ പുറപ്പെട്ടാൻ വായുധനയോടേറ്റവനും നിജകായം വെടിഞ്ഞ് കാലാലയം മേവിനാൻ മാരുതിയെ സ്തുതിച്ചു മാലോകരും ഭാരം ഭയം പെരുത്തു ദശകണ്ഠനും സഞ്ചരിച്ചാൻ നിജ രാക്ഷസേനയിൽ പഞ്ചദ്വയാസിനും കണ്ടാനകുനേരം രാമേശ്വരത്തോടു സേതുവിന്നേലും രാമദേശാന്തം സുബേലാ ചലോപരി വാനരസേന പരന്നതും കൊട്ടകലൂനമായി വന്നതും കണ്ടോരനന്തരം ക്ഷിപ്രം പ്രഹസ്തനെ കൊണ്ടുവരികെന്ന് കൽപ്പിച്ച നേരം അവൻ വന്നു കൂപ്പിനാൻ നീ അറിഞ്ഞില്ലയോ വൃത്താന്തമൊക്കവേ നായകന്മാർ പടക്കാരുമില്ലയോ ചൊല്ലുന്നു രാക്ഷസവീരരെ കൊല്ലുന്നതും കണ്ടീങ്ങിരിക്കയില്ലെങ്കിൽ ഞാനോ ഭവാനോ കനിഷ്ഠനോ പോർ ചെയ്ത് മാനുഷവാനരന്മാരെ ഒടുക്കുവാൻ പോകുന്നതാരെന്ന് ചൊല്ലുന്ന കേട്ടവൻ പോവുകതിന്നതിന്ന് ഞാൻ എന്നു കൈകൂപ്പിനാൻ തന്നുടെ മന്ത്രികൾ 4 പേരുള്ളവർ ചെന്നു 4 അങ്കപ്പടയും വരുത്തിനാർ 4 ലങ്കയിലുള്ള പടയ്ക്കെല്ലാം ആലംബനം പ്രഹസ്തൻ മഹാരഥൻ കുംഭകനും മഹാനാഥനും ദുർമുഖൻ ജംഭാരി വൈരിയാൻ വീരൻ സമുന്നതൻ ഇങ്ങനെയുള്ളൊരു മന്ത്രികൾ 4 ഇങ്ങനെ വൻപടയോടും നടന്നതു ദുർനിമിത്തങ്ങളും ഉണ്ടായത് കണ്ടവൻ തന്നകതയാരിൽ ഉറപ്പിച്ചു സന്നദ്ധനായി ദ്വാരദേശേ പുറപ്പെട്ടു പാവകപുത്രനോട് ഏറ്റോരനന്തരം മർക്കടന്മാശിലാവൃത്താജലം കൊണ്ട് രക്ഷോഗണത്തെ ഒതുക്കി തുടങ്ങിനാർ ചക്ര ഖഡ്ഗപ്രാശ ശക്തി ശസ്ത്രാസ്ത്രങ്ങൾ മർക്കടന്മാർക്കേറ്റുവൊക്കെ മരിക്കുന്നു ഹസ്തിവരന്മാരും അശ്വങ്ങളും ചത്തി രക്തം നദികളൊക്കെ ഒലിക്കുന്നു അംഭോജ സംഭവനന്ദനൻ ജാമ്പവാൻ കുംഭഹനുവിനെയും ദുർമുഖനെയും കൊന്നു മഹാനാഥനെയും
സമുന്നതൻ തന്നെയും പിന്നെ പ്രഹത്തൻ മഹാരഥൻ നീലനോടേറ്റുടൻ തൊന്ന യുദ്ധം ചെയ്തു കാലവിഴിച്ചിരുന്ന വിളിയിടിനാൾ സേനാപതിയും പടയും വലിച്ചതുമാണിയാം രാവണൻ കേട്ടു കോപാന്തനായി. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. പൂർവം രാമോഹനാദികരണം മസ്താവൃതം കാഞ്ചനം വൈദേഹീകരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം ബാലീ വിഗ്രഹണം സമുദ്രതരണം ഗംഗാപുരീദാഹനം പശ്ചാശ്രാവണ കുംഭകർണനം ഏതത്തി രാമായണം. ദശരഥ രാമ ഹരേ രാമാതിരാരായണ ഹരേ അയോധ്യനാഥ ശുഭവരദായക ഹനുമത് സ്വാമി ഹരേ രാമ ദശരഥ രാമ ഹരേ ലക്ഷ്മണ സഹിത ഹരേ രാമ ഭരതാരാധ്യ ഹരേ ശത്രുഘ്ന സേവിത ഭക്ത ജനപ്രിയ രാവണ നാശ ഹരേ രാമ ദശരഥ രാമ ഹരേ കല്യാണ ഗുണശീല രാമ കൗസല്യ സുത വരദ വസിഷ്ഠപൂജിത വിഭുരാമ പ്രിയ രാമായണ കലിത രാമ ദശരഥ രാമ ഹരേ ത്രേതായുഗ പുരുഷ രാമ യോഗാർണവതരണ അഖിലാധാര ജഗദോദ്ധാരക ഗുരുവായൂരേശ രാമ ദശരഥ രാമ ഹരേ ജയ ജയ ശ്രീരാമ രാമ ജയ സീതാരാമ തവ പദമടിയനു ശരണം സദഗം രഘുരാമ രാമ ദശരഥ രാമ ഹരേ ജയ ജയ രാമ ഹരേ രാമ ജയ സീതാരാമ തവ പദമടിയനു ശരണം സദഗം രഘുരാമ രാമ ദശരഥ രാമ ഹരേ രാമ ദശരഥ രാമ ഹരേ രാമ ദശരഥ രാമ ഹരേ കായേന വാചാ മനസേന്ദ്രിയേണ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. യദക്ഷരം പദഭ്രഷ്ടം മാത്രായേണം തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി അതിരക്ഷാനി ക്ഷമസ്വ പുരുഷോത്തമ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാപ്രഭോ രക്ഷ രക്ഷ മഹേശ്വരീ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.